ഹലോ, നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് പാർട്ട് 1 ആണ്. ജെൻഡർ നൗൺ. യൂണിറ്റ് 1 സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് കൺകോഡ് എന്ന് പറയും. സബ്ജക്ട് വേർഡ് അഗ്രിമെന്റ് കൺകോഡ്. സബ്ജക്ട് ഒരു സെന്റൻസിൽ ആരെ പറ്റി പറയുന്നുവോ എന്തിനെ പറ്റി പറയുന്നുവോ അതാണ് സബ്ജക്ട്. ഒരു അസേർട്ടീവ് സെന്റൻസിൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നതാവും സബ്ജക്ട്. എക്സാമ്പിൾ, ഹി പ്ലേസ് ക്രിക്കറ്റ്. സബ്ജക്ട് ഹി ആണ് ഇവിടെ. ഓക്കെ. അസേർട്ടീവ് സെന്റൻസിൽ വേർബ് തൊട്ട് മുൻപിൽ വരുന്ന വാക്കുകളോ സബ്ജക്റ്റ് ആയി കണക്കാക്കാവുന്നതാണ്. അസേർട്ടീവ് സെന്റൻസിൽ വേർബ് തൊട്ട് മുൻപിൽ വരുന്ന വാക്കുകളോ സബ്ജക്റ്റ് ആയി കണക്കാക്കാവുന്നതാണ്. രാജൻ ഈറ്റ്സ് എ മാംഗോ. രാജൻ വേർബ് തൊട്ട് മുൻപിൽ വരുന്ന വാക്കുകളോ. ഓക്കെ. അപ്പൊ ഇവിടെ വേർബ് തൊട്ട് മുൻപിൽ വരുന്ന ഈറ്റ്സ് എ മാംഗോ ആണ് ഇവിടെ സബ്ജക്റ്റ് വരുന്നത്. കാറ്റ്സ് രാജന്. കാറ്റ്സ് ഇവിടെ ഈറ്റ്സ് ഇവിടെ വേർബും രാജൻ ഇവിടെ സബ്ജക്റ്റും ആണ്. രാജൻ ഇവിടെ സബ്ജക്റ്റ് ആണ്. ഓ, മാംഗോ ഒബ്ജക്റ്റ് ആണല്ലോ. യെസ്. ഓക്കെ. ജോൺ ആൻഡ് രവി വെന്റ് ടു ഡൽഹി. വേർബിന് തൊട്ട് മുമ്പ് അസർട്ടീവ് സെന്റൻസിൽ വേർബിന് തൊട്ട് മുമ്പിൽ വരുന്ന വാക്കുകളോ സബ്ജക്റ്റ് ആയി കണക്കാക്കാവുന്നതാണ്. അപ്പോൾ രാജൻ ഈറ്റ്സ് എ മാംഗോ, ഇവിടെ ഈറ്റ്സ് വേർബാണ്. അപ്പോൾ ഈ വേർബിന് മുന്നിൽ വരുന്നത് രാജനാണ് ഇവിടെ സബ്ജക്റ്റ്. ജോൺ ആൻഡ് രവി വെന്റ് ടു ഡൽഹി. വെന്റ് ആണ് ഇവിടെ വേർബ്. ജോൺ ആൻഡ് രവി ആണ് ഇവിടെ സബ്ജക്റ്റ്. ടു എർ ഈസ് ഹ്യൂമൻ. ടു എർ എന്ന് പറയുന്ന വേർബാണല്ലോ. ടു എർ ഈസ് ഹ്യൂമൻ. ടു ആണ് അവിടെ സബ്ജക്റ്റ്. അങ്ങനെ വരാൻ സാധ്യത. ദി പി എം അലോങ് വിത്ത് ക്യാബിനറ്റ് മെമ്പേഴ്സ് വിസിറ്റഡ് ദി USA. അപ്പോൾ ദി പി എം അലോങ് വിത്ത് ക്യാബിനറ്റ് മെമ്പേഴ്സ് ആണ് സബ്ജക്റ്റ്. വിസിറ്റഡ് വേർബ്. ഓക്കെ. അത് വാട്ട് ഹി സെഡ് ഈസ് റൈറ്റ്. വാട്ട് ഹി സെഡ് ഈസ് റൈറ്റ്. ഇവിടെ സെഡ് ആണ് വേർബ്. അപ്പോൾ ഹി ആണ് ഇവിടെ സബ്ജക്റ്റ് വരുന്നത്. ഓക്കെ. അടുത്തത് ഐഡന്റിഫൈ ദി സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്. രാജു ഈറ്റ്സ് എ മാംഗോ. രാജു ഈറ്റ്സ് എ മാംഗോ. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ് ആണോ? നോക്കാം. predicate. The term predicate. The predicate ate, drank, and played to their heart's content contain 3 verbs. Ate, drank, and played. ഓക്കെ, വേർബ് ആണ് ഉദ്ദേശിച്ചത്. predicate എന്ന് പറഞ്ഞാൽ വേർബ് ആണ്. ഓക്കെ. അപ്പോൾ രാജു ഈറ്റ്സ് എ മാംഗോ. രാജു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഈറ്റ്സ് വേർബ് ആണ്. രാജു ആൻഡ് രവി വെന്റ് ടു ഡൽഹി. രാജു ആൻഡ് രവി സബ്ജക്റ്റ് ആണ്. വെന്റ് predicate ആണ്, വേർബ് ആണ്. ടു ഫോർഗീവ് ഈസ് ഡിവൈൻ. ടു ഫോർഗീവ് എന്ന് പറയുന്നത് വേർബ് അല്ലേ. ഈസ് ഡിവൈൻ. ഓക്കെ. ദി PM along with cabinet members visited USA. Visited verb ആണ്. The PM along with cabinet members subject ആണ്. Bats, unlike other animals, have wings. Okay. Smoking is injurious to health. Smoking is okay. Driving on the wrong side of the road causes accidents. People live in glass houses must not throw stones. Okay. Verb denotes an action, state or possession. He plays cricket. Action ആണ്. I like ice cream. Action ആണ്. I have a car. Possession ആണ്. He has a pet. Possession ആണ്. I am a teacher. State ആണ്. He is a teacher. State ആണ്. പൊസഷനെ കാണിക്കുന്ന വേർബ്സ് ഏതൊക്കെയാണ്? ഹാസ്, ഹാവ്, ഹാഡ്. സ്റ്റേറ്റിനെ കാണിക്കുന്ന വേർബ്സ് ഈസ്, ആം, ആർ, വാസ്, വേർ. ആക്ഷൻസിനെ കാണിക്കുന്ന വേർബ്സ് ഒരുപാടുണ്ട്. എക്സാമ്പിൾ ഈറ്റ്, ഗോ, പ്ലേ, എക്സെട്ര. അതുകൊണ്ട് ചുരുക്കി നമുക്ക് ഡു, ഡസ്, ഡിഡ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ. ഹാവ്, ഹാഡ് എന്നീ വേർബ്സ് ആഹാരം കഴിച്ചു എന്ന അർത്ഥത്തിൽ വന്നാൽ അവയും ആക്ഷൻ വേർബ്സ് ആയി കണക്കാക്കുക. ഐ ഹാഡ് മൈ ലഞ്ച്. ആക്ഷൻ ആണ്. വി ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ആക്ഷൻ ആണ്. അടുത്ത ആക്ടിവിറ്റി 2. ഐഡന്റിഫൈ ദി വേർബ് ആൻഡ് റൈറ്റ് വെദർ ഇറ്റ് ഡിനോട്ട്സ് ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓർ പൊസിഷൻ. ഹി പ്ലേസ് ക്രിക്കറ്റ്. ഹി പ്ലേസ് ക്രിക്കറ്റ്. ആക്ഷൻ ആണ്. ഐ ഈറ്റ് എ മാംഗോ. ആക്ഷൻ ആണ്. ഹി ഹാസ് എ കാർ. പൊസിഷൻ ആണ്. ഷീ ഹാഡ് എ ലോട്ട് ഓഫ് ജ്വല്ലറി. പൊസിഷൻ ആണ്. ഐ ആം ബിസി. സ്റ്റേറ്റ് ആണ്. ദേ വർ ഫ്രണ്ട്സ്. സ്റ്റേറ്റ് ആണ്. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ആക്ഷൻ ആണ്. ഷീ ഹാഡ് ലഞ്ച്. ആക്ഷൻ ആണ്. ഷീ ഹാഡ് എ ലാപ്ടോപ്പ്. പൊസിഷൻ ആണ്. വി ആർ ഫ്രണ്ട്സ്. സ്റ്റേറ്റ് ആണ്. ഹി കംപ്ലീറ്റഡ് ദി വർക്ക്.
ആക്ഷൻ അല്ലേ? ഐ ഡിഡ് ഇറ്റ് ആക്ഷൻ അല്ലേ? അടുത്ത ജെൻഡർ നൗൺ. മസ്കുലൈൻ, ഫെമിനൈൻ. ബാച്ചിലർ മസ്കുലൈൻ, ബാച്ചിലർ. ഫെമിനൈൻ സ്പിൻസ്റ്റർ ആണ്, സ്പിൻസ്റ്റർ. ബാച്ചിലർ, സ്പിൻസ്റ്റർ. ഹസ്ബൻഡ്, വൈഫ്. ഓക്സ് ഓർ ബുൾ, കൗ. സർ, മാഡം. ജെന്റിൽമാൻ, ലേഡി. കിങ്, ക്യൂൻ. മോങ്ക്, നൺ. ഹോഴ്സ്, മേയർ. ഹോഴ്സ്, ഹോഴ്സ് ആണ് മേയർ, പെണ്ണ്. വിസാർഡ്, വിസാർഡ് ആണ് വിച്ച്, വിച്ച് പെണ്ണ്. സ്റ്റാഗ്, സ്റ്റാഗ് ആണ് ഹിന്ദ്, ഹിൻഡ് പെണ്ണ്. ഡീർ ആണ് ഹിൻഡ്, പെണ്ണ്. ഡോഗ്, ബിച്ച്. അങ്കിൾ, ഓണ്ട്. നെഫ്യൂ, നീസ്. കോക്ക്, ഹെൻ. കോക്ക്, ഹെൻ. ബോയ്, ഗേൾ. ലാഡ്, ലാസ്. ലാഡ് ആണ് ലാസ്, പെണ്ണ്. ബ്രദർ, സിസ്റ്റർ. ജാൻഡർ, ജാൻഡർ ഗൂസ്. ജാൻഡർ, ഗൂസ്. ജാൻഡർ ആണ് ഗൂസ്, പെണ്ണ്. ബ്യൂ, ബെല്ലി. ബ്യൂ എന്ന് പറയുന്ന ആണ്. റാം, ഈവ്. റാം, ഈവ്. ഡ്രേക്ക്, ഡ്രക്ക്. ഡ്രേക്ക്, ഡ്രേക്ക് ആണ് ഡക്ക്, പെണ്ണ്. ഹാർട്ട്, റോ, റോ പെണ്ണ്. സ്വാൻ, സ്വാൻ ആണ് നിംഫ്, പെണ്ണ്. ബക്ക്, ഡോ. ബക്ക്, ഡോ. പ്രിൻസ്, പ്രിൻസസ്. ഹോസ്റ്റ്, ഹോസ്റ്റസ് ഓർ ഹോസ്റ്റ്. കൗണ്ട്, കൗണ്ടസ്. ലയൺ, ലയണസ്. ട്രൈറ്റർ, ട്രൈട്രസ്. മർഡറർ, മർഡറസ്. പ്രീസ്റ്റ്, പ്രീസ്റ്റസ്. പോയറ്റ്, പോയറ്റസ്. ഓതർ, ഓതറസ്. ജ്യൂ, ജ്യൂവസ്. ഹെയർ, ഹെയറസ്. ഡ്യൂക്ക്, ഡച്ചസ്. എംപറർ, എംപ്രസ്. ആക്ടർ, ആക്ട്രസ്. വൈസ്രോയ്, വിസ്റൈൻ, വൈസ്റൈൻ. VICEREINE. സുൽത്താൻ, സുൽത്താന. സാർ, സാറിന. ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ്. വിഡോവർ, വിഡോ. ഫോക്സ്, വിക്സൻ. ഫോക്സ്, വിക്സൻ. ഫോക്സ് ആണ് വിക്സൻ, പെണ്ണ്. എബോട്ട്, എബസ്. എബോട്ട് ആണ് എബസ്, പെണ്ണ്. ബാരൺ, ബാരോൺ. ഹെറോനസ്, ഹീറോനസ്. ഹീറോ, ഹീറോയിൻ. ഷെഫേർഡ്, ഷെഫേർഡസ്. മാർക്യൂസ്, മാർക്യോനസ്. മാർക്യൂസ്, മാർക്യോനസ്. അടുത്തത് ഫിയാൻസ്, ഫിയാൻസി. മിസ്റ്റർ, മിസ്സിസ്. മിസ്, മിസ്റ്റർ, മിസ്. സ്റ്റെവാർഡ്, സ്റ്റെവാർഡസ്. ഹെയർ, ഹെയറസ്. മാസ്റ്റർ, മിസ്ട്രസ്. ഹി ഗോട്ട്, ഷീ ഗോട്ട്. പീകോക്ക്, പീഹെൻ. പീകോക്ക് ആണാണ്, പീഹെൻ, പെണ്ണ്. ലാൻഡ് ലോർഡ്, ലാൻഡ് ലേഡി. ജാക്ക് ആസ്, ജെന്നി ആസ്. ജാക്ക് ആസ്, ജെന്നി ആസ്. മെർമാൻ, മെർമെയ്ഡ്. മെർമാൻ, മെർമെയ്ഡ്. അടുത്തത് ഓക്കെ, ചെറിയ അധ്യായങ്ങൾ, പാർട്ട് 12 ആണ്. അധ്യായം 56, ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ്? 1991 to 1992. 1991-92 കാലഘട്ടത്തിലാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ഏർപ്പാടാക്കിയത്. ആദ്യം ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദിനാണ്. ആദ്യം ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദിന്. ആദ്യ വനിത കർണം മല്ലേശ്വരി. സമ്മാന തുക 25 ലക്ഷമാണ്, 25 lakhs. 3 മലയാളികൾ ആദ്യം ആരൊക്കെയായിരുന്നു? ഒന്നാമത്തത് കെ എം ബീനാമോള്, 2002, 2003 കാലത്തിൽ കെ.എം. ബീനാമോള്. രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജ്. മൂന്നാമത്തെ മലയാളി PR ശ്രീജേഷ്, 2021. പുരസ്കാരം നേടിയ ആദ്യ പാരാലിമ്പിക് താരം ദേവേന്ദ്ര ജാരിയാണ്. ദേവേന്ദ്ര ജാരിയ. ജാവലിൻ ത്രോ, ജാവലിൻ ത്രോ. ദേവേന്ദ്ര ജാരിയ, ജാവലിൻ ത്രോ. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരായിരുന്നു? ഖേൽരത്ന പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര. 2022 ലഭിച്ചത് ശരത് കമാൽ അജാന്തയ്ക്കാണ്, ടേബിൾ ടെന്നീസ്. 2022 ലഭിച്ചത് ശരത് കമാൽ അജാന്ത, ടേബിൾ ടെന്നീസ്. അധ്യായം 57, ചന്ദ്രയാൻ 3. വിക്ഷേപണം, വിക്ഷേപണം 2023 ജൂലൈ 14. എത്തിയത് ഓഗസ്റ്റ് 5. വിക്ഷേപണം 2023 ജൂലൈ 14. എത്തിയത് ഓഗസ്റ്റ് 5. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണ വാഹനം LVM3, LVM3M4, LVM3M4, LVM3M4. അടുത്തത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യം ആണ് ഇന്ത്യ.
സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഒന്നാമത്തെ അമേരിക്ക, രണ്ടാമത്തെ റഷ്യ, മൂന്നാമത്തെ ചൈന, നാലാമത്തെ ഇന്ത്യ. ഒന്നാമത്തെ അമേരിക്ക, രണ്ടാമത്തെ റഷ്യ, മൂന്നാമത്തെ ചൈന, നാലാമത്തെ ഇന്ത്യ. പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? പി വീരു മുത്തുവേലാണ്. ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ പി വീരു മുത്തുവേല്. മിഷൻ ഡയറക്ടർ ആരാണ്? ചന്ദ്രയാൻ 3ന്റെ മിഷൻ ഡയറക്ടർ മോഹൻ കുമാർ എസ് ആണ്. മിഷൻ ഡയറക്ടർ മോഹൻ കുമാർ എസ്. ISRO ചെയർമാൻ എസ് സോമനാഥ് ആണ്. എസ് സോമനാഥ്. അടുത്തത് അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കൽപ്പന കാളഹസ്തി. കൽപ്പന കാളഹസ്തി അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടർ. വെഹിക്കിൾ ഡയറക്ടർ ബിജു സി തോമസ്. ബിജു സി തോമസ് വെഹിക്കിൾ ഡയറക്ടർ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം ഇറങ്ങുന്ന രാജ്യം ഇന്ത്യ. ചന്ദ്രയാൻ 3ന്റെ ഭാഗമായി വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ പോയിന്റിനു നൽകിയിരിക്കുന്ന പേര് ശിവശക്തി. ചന്ദ്രയാൻ 3ന്റെ ഭാഗമായി വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ പോയിന്റിന് നൽകിയിരിക്കുന്ന പേര് ശിവശക്തി. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. അധ്യായം 58. ഡിഗ്രി ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ സ്കെയിൽ. ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ സെൽഷ്യസ് ഈസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് മൈനസ് 32 ഇൻറ്റു 5/9. സെൽഷ്യസ് ഈസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് മൈനസ് 32 ഇൻറ്റു 5/9. ഓക്കെ. സെൽഷ്യസിനെ ഫാരൻഹീറ്റ് സ്കെയിലാക്കാൻ സെൽഷ്യസിനെ ഫാരൻഹീറ്റ് സ്കെയിലാക്കാൻ ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു 9/5 പ്ലസ് 32. C ഇൻറ്റു 9/5 പ്ലസ് 32. സെൽഷ്യസിനെ കെൽവിൻ സ്കെയിൽ ആക്കാൻ കെൽവിൻ ഈസ് ഈക്വൽ ടു സെൽഷ്യസ് പ്ലസ് 273.15. കെൽവിൻ ഈസ് ഈക്വൽ ടു സെൽഷ്യസ് പ്ലസ് 273.15. കെൽവിനെ സെൽഷ്യസ് സ്കെയിൽ ആക്കാൻ C ഈസ് ഈക്വൽ ടു K മൈനസ് 273.15. കെൽവിനെ സെൽഷ്യസ് സ്കെയിൽ ആക്കാൻ C ഈസ് ഈക്വൽ ടു കെൽവിൻ മൈനസ് 273.15. 0 degree Celsius is equal to 0 degree Celsius is equal to 320 degree Fahrenheit is equal to 273 Kelvin. 0 degree Celsius എന്ന് പറയുന്നത് 320 degree Fahrenheit ആണ്. അത് 273 Kelvin ആണ്, ഈക്വൽ ആണ്. 100 degree Celsius is equal to 212 degree Fahrenheit is equal to 373 Kelvin. ചോദ്യം, 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 373 കെൽവിൻ ആണ്. 320 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ 273 കെൽവിൻ ആയിരിക്കും. ഓക്കെ, അത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ. അധ്യായം 59. ഇന്ത്യയിലെ പ്രധാന നദികളും അവയുടെ പോഷക നദികളും. ഓക്കെ. ഗംഗയുടെ പോഷക എത്ര നമ്മൾ പഠിക്കാനുള്ളത്? 9 പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നദികളാണ്. അവ ഏതൊക്കെയാണ്? ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര, ഗോദാവരി, മഹാനദി, കൃഷ്ണ, നർമ്മദ, താപ്തി, കാവേരി. ഒന്നാമത്തെ ഗംഗയാണ്. ഗംഗയ്ക്ക് ടോട്ടൽ 6 പോഷക നദികളാണുള്ളത്. അത് ഏതൊക്കെയാണ്? ഗംഗയുടെ യമുന, കോസി, സോണ്, ഘാഗ്ര, ഗാണ്ഡക്, ഭഗീരഥി. ഗംഗയുടെ ഏതൊക്കെയാണ്? യമുന, കോസി, സോണ്, ഘാഗ്ര, ഗാണ്ഡക്, ഭഗീരഥി. സിന്ധു, രണ്ടാമത്തെ സിന്ധുവിന് 5 പോഷക നദികളാണ്. ഏതൊക്കെയാണ്? ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഗംഗയുടെ യമുന, കോസി, സോണ്, ഘാഗ്ര, ഖാണ്ഡക്, ഭഗീരഥി. അടുത്ത ബ്രഹ്മപുത്രയുടെ 4 പോഷക നദികളാണിത്. അവ ഏതൊക്കെയാണ്? ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി. ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി. ഏതിനെയാണ്? ബ്രഹ്മപുത്രയുടെ ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി. അടുത്ത 4ാമത്തെ ഗോദാവരിയാണ്. ഗോദാവരിക്ക് 2 പോഷക നദികളാണ്. അത് ഏതൊക്കെയാണ്? ഇന്ദ്രാവതി, ശബരി. ഇന്ദ്രാവതി, ശബരി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. ഇന്ദ്രാവതി, ശബരി. മഹാനദിയുടെ പോഷക നദികൾ സിമ്പിൾ ആണ്. ഇബ് ടെല്ല്. കൃഷ്ണ, 6ാമത്തെ കൃഷ്ണയാണ്. കൃഷ്ണയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഭീമ, അതുപോലെ തുംഗഭദ്ര. കൃഷ്ണ നദി. നർമ്മദയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഹിരൺ, അതുപോലെ ഭഞ്ജൻ. ഹിരൺ ഭഞ്ജൻ. അടുത്ത താപ്തിയാണ്. താപ്തിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ആനർ, ഗിർന. കാവേരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, അമരാവതി.
കബനി അമരാവതി. ഓക്കെ. അപ്പൊ ഗംഗ, യമുന, കോസി, ഗാഗ്ര, സണ്ണ്, സോണ്, ഗാണ്ടക്, ഭഗീരഥി. സിന്ധു ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ബ്രഹ്മപുത്ര ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി. ഗോദാവരി ഇന്ദ്രാവതി അതുപോലെ ശബരി. മഹാനദി ഇബ്, ടെല്ല്. കൃഷ്ണ, ഭീമ, തുംഗഭദ്ര. നർമ്മദ ഹിരണ് അതുപോലെ ഭഞ്ചൻ. താപ്തി ആനർ ഗിർണ. കാവേരി കബനി അമരാവതി. കാവേരിയുടെ പോഷക നദികളാണ് കബനി, അമരാവതി. അടുത്ത അധ്യായം 60 മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ബന്ധങ്ങളും വ്യത്യാസങ്ങളും. ഓക്കെ. മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP. മൗലിക അവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഗവൺമെന്റിനെ തടയുന്നു. മൗലിക അവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഗവൺമെന്റിനെ തടയുന്നു. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. മൗലിക അവകാശങ്ങൾ വ്യക്തിയുടെ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിന്റെ താല്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി നിലകൊള്ളുന്നു. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അവ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളല്ല. നടപ്പിലാക്കപ്പെട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയില്ല. മൗലിക അവകാശങ്ങൾ പൗര സ്വാതന്ത്ര്യത്തിന് ഊന്നൽ നൽകുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക നീതിക്ക് ഊന്നൽ നൽകുന്നു. മൗലിക അവകാശങ്ങളുടെ വ്യാപ്തി പരിമിതമാണ്. DPSPയുടെ വ്യാപ്തി വിസ്തൃതമാണ്. ജനാധിപത്യത്തിന്റെ പ്രമാണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ക്ഷേമ രാഷ്ട്രത്തിന്റെ ആശയദർശങ്ങളെ ഉൾക്കൊള്ളുന്നു. DPSP. അടുത്തത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് പാർട്ട് 2 സിംഗുലർ ആൻഡ് പ്ലൂറൽ വൊക്കാബുലറി. പേഴ്സണൽ പ്രോനൗൺ ഫസ്റ്റ് പേഴ്സൺ I, we പ്ലൂറൽ ആണ്. സെക്കൻഡ് പേഴ്സൺ യു പ്ലൂറൽ ആണ്. ഹി, ഷീ, ഇറ്റ് സിംഗുലർ ആണ്. തേർഡ് പേഴ്സൺ ദേ പ്ലൂറൽ ആണ്. I, we എന്നിവ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. I പ്ലൂറൽ ആണ് അല്ലെ. ചിലർക്ക് സംശയം തോന്നാം. ഇവയോടൊപ്പം പ്ലൂറൽ വേർബുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ I am, I was എന്ന് ഉപയോഗിക്കുമ്പോൾ സിംഗുലർ ഉപയോഗിക്കുന്നു. I, we എന്നിവ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇവയോടൊപ്പം പ്ലൂറൽ വേർബുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ I am, I was എന്ന് ഉപയോഗിക്കുമ്പോൾ സിംഗുലർ ഉപയോഗിക്കുന്നു. സിംഗുലർ നമ്പർ ആൻഡ് പ്ലൂറൽ നമ്പർ. ഏകവചനവും ബഹുവചനവും. നൗണിനും വേർബിനും സിംഗുലർ പ്ലൂറലും ഉണ്ട്. നൗണിനും വേർബിനും സിംഗുലറും പ്ലൂറലും ഉണ്ട്. നൗൺ നാമം. ഒരു നൗണിന്റെ അടിസ്ഥാന രൂപം എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. അതിനോട് കൂടി SES ചേർത്താൽ ബഹുവചനം കിട്ടും. സിംഗുലർ പ്ലൂറൽ. സിംഗുലർ കാറ്റ്, ബെഞ്ച്, ചെറി. പ്ലൂറൽ അതെങ്ങനെ മാറും? കാറ്റ് കാറ്റ്സ് ആയിട്ട് മാറും. ബെഞ്ച് ബെഞ്ചസ്, ചെറി ചെറീസ്. കാറ്റ്സിലൂടെ S കൂടി, ബെഞ്ചസിൽ ES കൂടി, ചെറീസിൽ IES കൂടി. നോട്ട്. ഓക്കെ. എക്സെപ്ഷൻ ഉണ്ട്. ചൈൽഡ്, ചിൽഡ്രൻ. മീഡിയാണ് പ്ലൂറൽ. അടുത്തത് വേർബ് ക്രിയ. ഒരു വേർബിന്റെ അടിസ്ഥാന രൂപം എല്ലായ്പ്പോഴും പ്ലൂറൽ ആയിരിക്കും. അതിനോടുകൂടി SES IES ചേർത്താൽ സിംഗുലർ കിട്ടും. ഓർക്കുക, വേർബിന്റെ നേരെ വിപരീത നിയമമാണ് നൗണിന്റേത്. പ്ലൂറൽ സിംഗുലർ. ഈറ്റ് ഈറ്റ്സ്, ഗോ ഗോസ്, ഫ്ലൈ ഫ്ലൈസ്. സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് കൺകോഡ് എന്ന് പറയും. സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വേർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ വേർബും പ്ലൂറൽ ആയിരിക്കും. സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വേർബ് ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് എ പ്ലൂറൽ വേർബ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ അടിസ്ഥാന നിയമം ആണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ്. ഇത് പഠിക്കാതെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുക അസാധ്യം. അതിനായി താഴെ കാണുന്ന 5 പാറ്റേൺ പഠിച്ചെടുക്കുക. പാറ്റേൺ 1 I eat a mango പ്ലൂറലാണ് ഈറ്റ്. We eat a mango പ്ലൂറലാണ് ഈറ്റ്. You eat a mango പ്ലൂറലാണ് ഈറ്റ്. He eats a mango സിംഗുലർ ആണ് ഈറ്റ്സ്. She eats a mango സിംഗുലർ ആണ് ഈറ്റ്സ്. It eats a mango സിംഗുലർ ആണ് ഈറ്റ്സ്. They eat a mango പ്ലൂറലാണ് ഈറ്റ് ആണ്. അടുത്ത പാറ്റേൺ 2 I have a car. We have a car. You have a car. I have a car. We have a car. You have a car. ഇതൊക്കെ പ്ലൂറലാണ്.
He has a car. He has a car. He has a car. Singular ആണ്. She has a car. Singular ആണ്. It has four wheels. Singular ആണ്. They have a car. Plural ആണ്. പാറ്റേൺ 3. I am a teacher. ഐയുടെ ഒപ്പം സിംഗുലർ ഉപയോഗിച്ചിരിക്കുന്നു. I am a teacher എന്ന് പറയുന്നത് സിംഗുലർ ആണ്. We are teachers. Plural ആണ്. You are a teacher. Plural ആണ്. He is a teacher. Singular ആണ്. She is a teacher. Singular ആണ്. It is a bird. Singular ആണ്. They are teachers. Plural ആണ്. അടുത്ത പാറ്റേൺ 4. I do not like it. I do not like it. Plural ആണ്. We do not like it. Plural ആണ്. You do not like it. Plural ആണ്. He does not like it. He does not like it. Singular ആണ്. She does not like it. Singular ആണ്. It does not like it. It does not work. Singular ആണ്. They do not like it. Plural ആണ്. പാറ്റേൺ 5. I was a teacher. ഐയുടെ ഒപ്പം വീണ്ടും സിംഗുലർ ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, ഐ വാസ് എ ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. വി വേർ ടീച്ചേഴ്സ് പ്ലൂറൽ ആണ്. യു വേർ ടീച്ചേഴ്സ് പ്ലൂറൽ ആണ്. ഹി വാസ് എ ടീച്ചർ സിംഗുലർ ആണ്. ഷീ വാസ് എ ടീച്ചർ സിംഗുലർ ആണ്. ദേ വേർ ടീച്ചേഴ്സ് പ്ലൂറൽ ആണ്. ഡിഡ്, ഹാഡ്, ക്യാൻ, വുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഔട്ട് ടു, ഡെയർ, നീഡ്, യൂസ്ഡ് ടു ഇവ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പവും പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പവും ഉപയോഗിക്കാവുന്നതാണ്. ഈ റൂൾ ബാധകമല്ല. ഐ ഹാഡ് എ ലാപ്ടോപ്പ്. ഹി ഹാഡ് എ ലാപ്ടോപ്പ്. ഓക്കെ, ഡിഡ്, ഹാഡ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഔട്ട് ടു, ഡെയർ, നീഡ്, യൂസ് ടു ഇവ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പവും പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പവും ഉപയോഗിക്കാവുന്നതാണ്. ഈ റൂൾ ബാധകമല്ല. ഐ ഹാഡ് എ ലാപ്ടോപ്പ്. ഹി ഹാഡ് എ ലാപ്ടോപ്പ്. ഓക്കെ, സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ഏറ്റവും ലളിതമായ ഭാഷയിൽ സബ്ജക്ട് ഒന്നിനെ കാണിക്കുന്നുവെങ്കിൽ വേർബിനോടൊപ്പം എസ് വേണം. ഈസ്, വാസ്, ഹാസ്, ഡസ്, ഈറ്റ്സ് എക്സെട്ര. എക്സാമ്പിൾ, രാജൻ പ്ലേസ് ക്രിക്കറ്റ്. ഒരാളാണ്. സബ്ജക്ട് ഒന്നിൽ കൂടുതൽ എണ്ണത്തിനെ കാണിച്ചാൽ വേർബിനോടൊപ്പം എസ് ഉണ്ടാവരുത്. ആർ, വേർ, ഹാവ്, ഡു, ഈറ്റ്. ഓക്കെ, എക്സാമ്പിൾ, രാജൻ ആൻഡ് രവി പ്ലേ ക്രിക്കറ്റ്. 2 പേർ. ഓക്കെ, രവി ഈറ്റ്സ് എ മാംഗോ എന്നാണ്. രവി ഈറ്റ്സ് എ മാംഗോ. ദേ വേർ പ്ലേയിങ്. ഓക്കെ, ഡാഷ് നോട്ട് ലൈക്ക് ഇറ്റ്. ഡു നോട്ട് ലൈക്ക് ഇറ്റ്. ഡസ് നോട്ട് ലൈക്ക് ഇറ്റ് എന്നാണ്. വി ആർ ബ്രദേഴ്സ് എന്നാണ്. ഐ ആം ബിസി നൗ എന്നാണ്. മൈ ഫാദർ ഹാസ് കാർ എന്നാണ്. മൈ ഫാദർ ഹാസ് കാർ. ജോൺ, രാജു ആൻഡ് മൻസൂർ വിസിറ്റ് ഡൽഹി എന്നാണ്. വിസിറ്റ് ഡൽഹി. ഓക്കെ, രവി ഈറ്റ്സ് എ മാംഗോ. യെസ്, ദേ വേർ പ്ലേയിങ്. ഓക്കെ, ഡാഷ് നോട്ട് ലൈക്ക് ഇറ്റ്. ഡു നോട്ട് ലൈക്ക് ഇറ്റ് എന്നാണ്. ഡു നോട്ട് ലൈക്ക് ഇറ്റ്. ഓ, ഡു നോട്ട് ലൈക്ക് ഇറ്റ് എന്നാണ്. ഡസ് നോട്ട് ലൈക്ക് ഇറ്റ് എന്നല്ല, ഡു നോട്ട് ലൈക്ക് ഇറ്റ് എന്നാണ്. കാരണം ഇവിടെ എസ് ഇല്ലല്ലോ. ഓക്കെ, വി ആർ ബ്രദേഴ്സ് എന്നാണ്. ഐ ആം ബിസി നൗ. മൈ ഫാദർ ഹാസ് കാർ. ജോൺ, രാജു, മൻസൂർ വിസിറ്റ് ഡൽഹി. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 2. ഫിൽ ഇൻ ദി ഗ്യാപ്സ് യൂസിങ് കറക്റ്റ് വേർബ്. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ്. ഹി ആൻഡ് ഐ ആർ ഫ്രണ്ട്സ്. പോലീസ് ആർ സെർച്ചിങ്. അല്ലേ, പ്ലൂറൽ അല്ലേ പോലീസ്. പോലീസ്, പീപ്പിൾ, കാറ്റിൽ പ്ലൂറലാണ്. പോലീസ്, പീപ്പിൾ, കാറ്റിലൊക്കെ പ്ലൂറലാണ്. ഓക്കെ, പോലീസ് ആർ സെർച്ചിങ്. കാറ്റിൽ ആർ ഗ്രേസിങ്. മൈ മദർ കുക്സ് ഫുഡ്. ജോൺ ആൻഡ് രവി play cricket. Children were absent. I was absent. They they have attended the seminar. Birds fly. Boys play. College closes on March 31st. Okay, അടുത്തത് noun യൂണിറ്റ് 4. nouns singular and plural. chimney, chimneys. key, keys. day, days. koi, quois. hero, heroes. negro, negroes. buffalo, buffaloes. buffalo, buffaloes. tomato, tomatoes. photo, photos. motto, mottos. memento, mementos. calf, calves. half, halves. wolf, wolves. shelf, shelves. thief, thieves. gulf, gulfs. staff, staffs. child, children. ox, oxen. louse, lice. goose, geese. tooth, teeth.
dormouse, dormice, foot, feet, radius, radii, bacillus, bacilli, magus, magi, focus, foci, syllabus, syllabi, stimulus, stimuli, alumnus, alumni, fungus, fungi, genus, genera, datum, data, curriculum, curricula, media, media, aquarium, aquaria, memorandum, memoranda, agendum, agenda, stadium, stadia, gymnasium, gymnasia, ovum, ova, irratum, irrata, bacterium, bacteria, stratum, strata, symposium, symposia, sanatorium, sanatoria, addendum, addenda, corrigendum, corrigenda, axis, axis, basis, basis, thesis, thesis, crisis, crisis, osis, osis, phenomenon, phenomena, phenomena plural ആണ്. ക്രൈറ്റീരിയൻ, ക്രൈറ്റീരിയ plural ആണ്. ടെമ്പോ, ടെമ്പി, ടെമ്പൈ plural ആണ്. ഓട്ടോമേഷൻ, ഓട്ടോമാറ്റ plural ആണ്. ഗ്രഫിറ്റോ, ഗ്രഫിറ്റി plural ആണ്. ഗ്രഫിറ്റി plural. ഓക്കെ, അടുത്തത് ചെറിയ അധ്യായങ്ങൾ പാർട്ട് 13. അധ്യായം 61. ഇന്ത്യൻ നവോത്ഥാന സംഘടനകൾ സ്ഥാപകർ. ബ്രഹ്മസമാജം 1828 രാജാറാം മോഹൻ റോയ്. 1828 ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ആത്മീയ സഭ 1815 രാജാറാം മോഹൻ റോയ്. ആത്മീയ സഭ 1815 ആത്മാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്, രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം 1875 സ്വാമി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനം ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ തന്നെയാണ്. ശുദ്ധി പ്രസ്ഥാനം 1900 സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ 1897 സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ 1897 രാമകൃഷ്ണ മിഷൻ. അലിഗഡ് പ്രസ്ഥാനം 1875 സർ സയ്യദ് അഹമ്മദ് ഖാൻ. സാർവജനിക് സഭ 1870 എം ജി റാനഡെ. സാർവജനിക് സഭ 1870 എം ജി റാനഡെ. പ്രാർത്ഥനാ സമാജം 1867 ആത്മാറാം പാണ്ഡുരംഗ്. സത്യശോധക് സമാജ് 1873 ജ്യോതിറാവ് ഫൂലെ. സർവന്റസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 ഗോപാലകൃഷ്ണ ഗോഖലെ. തിയോസഫിക്കൽ സൊസൈറ്റി 1875 മാഡം ബ്ലാവറ്റ്സ്കി കേണൽ. തിയോസഫിക്കൽ സൊസൈറ്റി 1875 മാഡം ബ്ലാവസ്കി കേണൽ ഓൾക്കോട്ട്. മാഡം ബ്ലാവസ്കിയും അതേപോലെ കേണൽ ഓൾക്കോട്ടും. സേവാസാധൻ, സേവാസാധൻ ബി എൻ മലബാറിന്റെയാണ്. 1885 1885 തന്നെയാണ് കോൺഗ്രസ് സ്ഥാപിതമായിട്ടുള്ളത്, INC. ഓക്കെ, സേവാ സാധന ആരുടെയാണ്? ബി എം മലബാറിന്റെയാണ്. 1885. സേവാ സമിതി ആരുടെയാണ്? എച്ച് എൻ ഖുസ്രുവിന്റെയാണ്. എച്ച് എൻ ഖുസ്രുവിന്റെയാണ് സേവാ സമിതി. 1914 1914 സേവാ സമിതി. അഭിനവ് ഭാരത് ആരുടെയാണ്? വി ഡി സവർക്കറിന്റെയാണ്. 1904. ഹോം റൂൾ പ്രസ്ഥാനം 1916 ആനി ബസന്ത് അടയാറ്. ബാലഗംഗാധർ തിലക് പൂനെ. ശാരദാ സദൻ പണ്ഡിത രമാബായിയുടെയാണ്. ശാരദാ സദൻ. ആര്യ മഹിളാ സഭ പണ്ഡിത രമാബായിയുടെയാണ്. അപ്പോൾ ശാരദാ സദനും ആര്യ മഹിളാ സഭയും പണ്ഡിത രമാബായിയുടെയാണ്. അടുത്ത് ഹിതകാരിണി സഭ. ഹിതകാരിണി സഭ വീരസലിംഗം പന്തലുവിന്റെയാണ്. ഹിതകാരിണി സഭ വീരസലിംഗം പന്തലു. അടുത്ത തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ് ടാഗോറിനെയാണ്. തത്വബോധിനി സഭ. സ്വാഭിമാന പത്രം, സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കറിനെയാണ്. സ്വാഭിമാന പ്രസ്ഥാനം എ വി രാമസ്വാമി നായ്ക്കർ. ഓക്കെ, ബ്രഹ്മസമാജം. ഓക്കെ, ആത്മീയ സഭ 1815 ബ്രഹ്മസമാജം 1828 രണ്ടും രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം 1875 ശുദ്ധി പ്രസ്ഥാനം 1900 രണ്ടും സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ 1897 സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം 1875, അതായത് ആര്യ സമാജം സ്ഥാപിച്ച അതേ വർഷം തന്നെയാണ് അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ. സാർവജനിക് സഭ 1870 എം ജി റാനഡെ. പ്രാർത്ഥനാ സമാജ് 1867 ആത്മാറാം പാണ്ഡുരംഗ്. സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫൂലെന്റെയാണ്. 1873. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 ഗോപാലകൃഷ്ണ ഗോഖലെ. തിയോസഫിക്കൽ സൊസൈറ്റി 1875 മാഡം ബ്ലാവസ്കി കേണൽ കോഴിക്കോട്ട്. സേവാ സദൻ 1885 ബി എം മലബാറി. സേവാ സമിതി 1914 എച്ച് എൻ ഖുസ്രു. അഭിനവ് ഭാരത് 1904 വി ഡി സവർക്കർ. ഹോം റൂൾ പ്രസ്ഥാനം 1916 ആനി ബസന്ത് അടയാറ്. ബാലഗംഗാധര തിലക് പൂനെ. ശാരദാ സദൻ
പണ്ഡിത രമാബായിയുടെയാണ്. ആര്യ മഹിളാ സഭ പണ്ഡിത രമാബായിയുടെയാണ്. ഹിതകാരിണി സഭ ഹിതകാരിണി സമാജം വീരേശലിംഗം പണ്ഡിതന്റെ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ് ടാഗോർ. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ. അടുത്ത അധ്യായം 62 മലയാള സിനിമ. ആദ്യ മലയാള സിനിമ വിഗതകുമാരനാണ്. 1928 വിഗതകുമാരൻ 1928. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ തന്നെയാണ്. 1928 വിഗതകുമാരൻ. സംവിധാനം ജെ.സി. ഡാനിയൽ. മലയാള ഭാഷയുടെ പിതാവാരാണ്? ജെ.സി. ഡാനിയൽ ആണ്. രണ്ടാമത്തെ മലയാള സിനിമ മാർത്താണ്ഡവർമ്മ 1933. സംവിധാനം പി.വി. റാവു ആണ്. പി.വി. റാവു. മാർത്താണ്ഡവർമ്മയുടെ സംവിധാനം പി.വി. റാവു 1933. ഒന്നാമത്തെ സിനിമ വിഗതകുമാരൻ 1928. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ ബാലനാണ് 1938. സംവിധാനം എസ് നൊട്ടോണി. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ ബാലൻ 1938. സംവിധാനം എസ് നൊട്ടോണി. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ നീലക്കുയിലാണ് 1954. 1954. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ നീലക്കുയിൽ 1954. സംവിധാനം ആരൊക്കെയാണ്? പി ഭാസ്കരനും രാമു കാര്യാട്ടും. അടുത്ത രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ചെമ്മീനാണ് 1965. 1965. സംവിധാനം രാമു കാര്യാട്ടും. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഒരേ ഒരു മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004. രാഷ്ട്രപതിയുടെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഒരേ ഒരു മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ 2004. ജെ.സി. ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വ്യക്തി ആരാണ്? ടി.ഇ. വാസുദേവനാണ് 1992. ജെ.സി. ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വ്യക്തി ടി.ഇ. വാസുദേവൻ 1992. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ആദ്യ മലയാള ചിത്രം കുമാരസംഭവമാണ്. 1969. ഓക്കെ, മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ആദ്യ മലയാള ചിത്രം കുമാരസംഭവം 1969. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം പിറവിയാണ്. ഷാജി എൻ കരുണിന്റെ പിറവി. ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ പി.ജെ. ആന്റണിയാണ്. നിർമാല്യം. ഏറ്റവും കൂടുതൽ തവണ ദേശീയ അവാർഡ് നേടിയ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ 17 തവണ. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം നേടിയ ആദ്യ മലയാള ചിത്രം എലിപ്പത്തായം അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയാണ്. 1947. അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കിട്ടിയ അതേ വർഷമാണ് ഉദയ സ്റ്റുഡിയോ സ്ഥാപിതമായിട്ടുള്ളത്. ആലപ്പുഴയിലായിരുന്നു ഉദയ സ്റ്റുഡിയോ ഉള്ളത്. ഉദയ സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ വെള്ളി നക്ഷത്രം. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖ 1965. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖ 1965. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വന്ന വർഷം 1975. വഴുതക്കാട്, തിരുവനന്തപുരം. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട് 1961. സംവിധാനം ടി.ആർ. സുന്ദരം. മലയാളത്തിലെ ആദ്യ നിയോ റിയലിസ്റ്റിക് സിനിമ ന്യൂസ് പേപ്പർ ബോയ് 1955. മലയാളത്തിലെ ആദ്യ നിയോ റിയലിസ്റ്റിക് സിനിമ ന്യൂസ് പേപ്പർ ബോയ് 1955. മലയാളത്തിലെ ആദ്യ സിനിമാ സ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു. മലയാളത്തിലെ ആദ്യ സിനിമാ സ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു. മലയാളത്തിലെ ആദ്യ 70 mm ചിത്രം പടയോട്ടം. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ ചിത്രാഞ്ജലി. തിരുവല്ലം, തിരുവനന്തപുരം. പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ തിക്കുറിശി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തുടങ്ങിയ ആദ്യ സംസ്ഥാനം കേരളം. ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള നടി ശാരദ 1968. 1968 തുലാഭാരം. അടുത്ത അധ്യായം 63 മനുഷ്യ ശരീരം പൊതു അറിവാണ്. ആകെ അസ്ഥികൾ എത്രയാണ്? 206 ആണ്. ജനിക്കുന്ന സമയത്തെ അസ്ഥികൾ 300. മനുഷ്യ ശരീരം പൊതു അറിവ്. ഓക്കെ, ആകെ അസ്ഥികളുടെ എണ്ണത്തിലാണ് 206. ജനിക്കുന്ന സമയത്തെ അസ്ഥികൾ 300. ആകെ പേശികൾ എത്രയുള്ളത്? 639. ആകെ പേശികൾ 639. ക്രോമോസോമുകൾ 46 നമുക്ക് എത്ര ക്രോമോസോംസ് ഉണ്ട്? 46 ക്രോമോസോംസ് ഉണ്ട്. നാഡികൾ എത്ര നാഡികളാണ്? 43 നാഡികളാണുള്ളത്. 12 ജോഡി ശിരോനാഡി, 31 ജോഡി സുഷുമ്ന നാഡി. നാഡികൾ 43 ഉള്ളത്. 12 ജോഡി ശിരോനാഡി, 31 ജോഡി സുഷുമ്ന നാഡി. സാധാരണ താപനില ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ താപനില ഫാരൻഹീറ്റ് 98.6 ഫാരൻഹീറ്റ് ആണ്.
സാധാരണ താപനില ഫാരൻഹീറ്റ് 98.6 ഫാരൻഹീറ്റ്. സാധാരണ താപനില ഡിഗ്രി സെൽഷ്യസ് 37 ഡിഗ്രി സെൽഷ്യസ്. തലച്ചോറിന്റെ ഭാരം 1400 ഗ്രാം. കരളിന്റെ ഭാരം 1500 ഗ്രാമാണ്. തലച്ചോറിന്റെ ഭാരത്തെക്കാളും 100 ഗ്രാം കൂടുതലാണ് കരളിന്റെ ഭാരം 1500 ഗ്രാം. വൃക്കയുടെ ഭാരം 150 ഗ്രാമാണ്. ഒരെണ്ണത്തിന് 150 ഗ്രാം. ഹൃദയത്തിന്റെ ഭാരം 250 to 300 ഗ്രാം. ഹൃദയത്തിന്റെ ഭാരം 250 to 300 ഗ്രാം. സുഷമ്നയുടെ നീളം 45 സെന്റിമീറ്റർ ആണ്. സുഷമ്നയുടെ നീളം 45 സെന്റിമീറ്റർ. ചെറുകുടലിന്റെ നീളം 5 to 6 മീറ്റർ. ചെറുകുടലിന്റെ നീളം 5 to 6 മീറ്റർ. വൻകുടലിന്റെ നീളം 1.5 മീറ്റർ. വൻകുടലിന്റെ നീളം 1.5 മീറ്റർ. ഹൃദയ സ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 72 തവണ. ശ്വസന നിരക്ക് 16 to 20. ശ്വസന നിരക്ക് 16 to 20. ഗ്ലൂക്കോസ് 70 to 110 mg or per 100 ml. ഗ്ലൂക്കോസ് 70 to 110 mg per 100 ml. രക്തസമ്മർദ്ദം 120 per 80 mm of Hg. രക്തസമ്മർദ്ദം 120 per 80 mm per mm of Hg. കൊളസ്ട്രോൾ up to 200 mg per dl. കൊളസ്ട്രോൾ up to 200 mg per dl. അടുത്തത് ഗർഭകാലം എത്രയാണ് മനുഷ്യന്റെ? 270 to 280 ദിവസം. 270 to 280 ദിവസം. സ്ഥിരദന്തങ്ങൾ എത്രയാണ്? 32 പാൽപ്പല്ലുകളോ? പാൽപ്പല്ലുകൾ 20 ആണ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലി ആണ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലി, 300 ml. ഓക്കെ. അധ്യായം 64 ശരീര പഠന ശാഖകൾ. രക്തം ഹെമറ്റോളജിയാണ്. രക്തം ഹെമറ്റോളജി. ഹൃദയം കാർഡിയോളജി. വൃക്ക നെഫ്രോളജി. കരള് ഹെപ്പറ്റോളജി. അസ്ഥികൾ ഓസ്റ്റിയോളജി. പേശികൾ മയോളജി. ത്വക്ക് ഡെർമറ്റോളജി. തലയോട് ക്രേനിയോളജി. തലച്ചോറ് ഫ്രിനോളജി. കണ്ണ് ഒഫ്താൽമോളജി. ചെവി ഓട്ടോളജി. മൂക്ക് റൈനോളജി. പല്ല് ഒഡന്റോളജി പല്ലാണ്. ചെവി ഓട്ടോളജിയാണ്. തലമുടി ട്രൈക്കോളജി. രക്തക്കുഴൽ ആൻജിയോളജി. ഭ്രൂണം എംബ്രിയോളജി. ശ്വാസകോശം പരമോണോളജി. ഓക്കെ. രക്തം ഹെമറ്റോളജി. കരൾ ഹെപ്പറ്റോളജി. പേശികൾ മയോളജി. ചെവി ഒട്ടോളജി. മൂക്ക് റൈനോളജി. പല്ല് ഒഡന്റോളജി. തലമുടി ട്രൈക്കോളജി. രക്തക്കുഴൽ ആൻജിയോളജി. ശ്വാസകോശം പരമോണോളജി. അടുത്ത അധ്യായം 65 വയലാർ അവാർഡ് നേടിയ പ്രധാന കൃതികൾ. വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം എന്നാണ്? 1977. 1977. നൽകുന്ന ദിവസം ഒക്ടോബർ 27. വയലാർ അവാർഡ് നൽകുന്ന ദിവസം ഒക്ടോബർ 27. പുരസ്കാര തുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ പുരസ്കാര തുക. 1 ലക്ഷം രൂപ. വയലാർ അവാർഡ് ആദ്യം ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. അഗ്നിസാക്ഷി എന്ന കൃതിക്ക് 1977. 2022 വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ്. മീശ എന്ന കൃതിക്ക്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ലഭിച്ചത്. ശ്രീകുമാരൻ തമ്പി 2023 വയലാർ അവാർഡ് ജേതാവ്. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക്. അടുത്തത് പ്രധാന വ്യക്തികൾ കൃതികൾ. വയലാർ അവാർഡ് ജേതാക്കളായിട്ടുള്ള പ്രധാന വ്യക്തികളും അവരുടെ കൃതികളുമാണ് പഠിക്കുന്നത്. ഓക്കെ. ONV കുറുപ്പ് ഉപ്പ് 1982 വയലാർ അവാർഡ് ലഭിച്ചത്. ONV കുറുപ്പ് ഉപ്പ് 1982. MT വാസുദേവൻ നായർ രണ്ടാം മൂഴം 1985 വയലാർ അവാർഡ് ലഭിച്ചത്. സുഗതകുമാരി അമ്പലമണി ആദ്യ കൃതിയാണ്. സുഗതകുമാരിയുടെ കൃതിയാണ്. 1984 ലഭിച്ചു. OV വിജയൻ ഗുരുസാഗരം 1991 വയലാർ അവാർഡ് ലഭിച്ചു. തകഴി ശിവശങ്കര പിള്ള കയർ എന്ന കൃതിക്ക് 1980 വയലാർ അവാർഡ് ലഭിച്ചു. M മുകുന്ദൻ കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിക്ക് 2003 വയലാർ അവാർഡ് ലഭിച്ചു. വൈലോപ്പിള്ളി മകുരക്കൊയ്ത്ത് എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചു. മാധവിക്കുട്ടി നീർമാതളം പൂത്തകാലം
സാറ ജോസഫ്, അലാഹയുടെ പെൺമക്കൾ. സി രാധാകൃഷ്ണൻ, മുമ്പേ പറക്കുന്ന പക്ഷികൾ. എം കെ സാനു, ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ആനന്ദ്, മരുഭൂമികൾ ഉണ്ടാക്കുന്നത്. എൻ എൻ കക്കാട്, സഫലമീ യാത്ര. കോവിലൻ, തട്ടകം. മലയാറ്റൂർ, യന്ത്രം. ടി പത്മനാഭൻ, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. തിക്കൊടിയൻ, അരങ്ങു കാണാത്ത നടൻ. പി കെ ബാലകൃഷ്ണൻ, ഇനി ഞാൻ ഉറങ്ങട്ടെ. കെ ആർ മീര, ആരാച്ചാർ. ബെന്യാമൻ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 വയലാർ അവാർഡ് ജേതാവായിട്ടുള്ള ബെന്യാമിന്റെ കൃതിയാണ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഓക്കെ, അടുത്തത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണ്. പാർട്ട് 3, സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് കൺകോഡ്. കൺകോഡിന്റെ പ്രാഥമിക നിയമങ്ങൾ യൂണിറ്റ് 1 നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സിംഗുലർ വേർബ്സ്. റൂൾ 1, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ. ഓക്കെ, എക്സാമ്പിൾ കൗ ഈറ്റ്സ് സിംഗുലർ ആണ്, കൗസ് ഈറ്റ് പ്ലൂറൽ ആണ്. റൂൾ നമ്പർ 2, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫോണറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളും ബില്യാർഡ്സ്, ചെസ്, ടെന്നീസ് തുടങ്ങിയ ഗെയിമുകളും മംസ്, മീസിൽസ്, റിക്കറ്റ്സ്, എയ്ഡ്സ് തുടങ്ങിയ ഡിസീസുകളും സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, ഫോണറ്റിക്സ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്, മംസ് ഈസ് എ ഡേഞ്ചറസ് ഡിസീസ്. അടുത്ത റൂൾ നമ്പർ 4, കൺട്രീസ്, സിറ്റീസ്, കിങ്ഡംസ് ഇവയുടെ പേരുകൾ സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, ഏതൻസ് ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഗ്രീസ്, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് എ സൂപ്പർ പവർ. റൂൾ നമ്പർ 5, വൺ, സംവൺ, സംബഡി, നോ വൺ, നോബഡി, എനിവൺ, എനിബഡി, എവ്രിവൺ, എവ്രിബഡി, എനിത്തിങ്, നത്തിങ്, ഈച്ച്, എവ്രി ഇവ സിംഗുലർ ആയിരിക്കും. ഏതൊക്കെ? വൺ, സംവൺ, സംബഡി, നോ വൺ, നോബഡി, എനിവൺ, എനിബഡി, എവ്രിവൺ, എവ്രിബഡി, എനിത്തിങ്, നത്തിങ്, ഈച്ച്, എവ്രി ഇവ സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, എവ്രിബഡി നോസ് ദി ആൻസർ, ഈച്ച് ബോയ് ഹാസ് ടു കം, every boy and every girl brings lunch. റൂൾ നമ്പർ 6, ഒരു സെന്റൻസ് ടൂവിൽ തുടങ്ങിയാലും ing തുടങ്ങിയാലും വേർബ് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, ടു ഹെൽപ്പ് അതേഴ്സ് ഈസ് ഈസി. ഇവിടെ ടു ഉണ്ട്, അപ്പോൾ അത് സിംഗുലർ ആയിരിക്കും, വേർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഒരു സെന്റൻസ് ടൂവിൽ തുടങ്ങിയാലും ing തുടങ്ങിയാലും വേർബ് സിംഗുലർ ആയിരിക്കും. ടു ഹെൽപ്പ് അതേഴ്സ് ഈസ് ഈസി, ഇവിടെ ഹെൽപ്പ് ആണ് വേർബ്, അപ്പൊ അത് സിംഗുലർ ആയിരിക്കും. സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സസൈസ്, സ്വിമ്മിങ് ഇവിടെ ing വരുന്നുണ്ട്, ഗുഡ് എക്സസൈസ് സിംഗുലർ ആയിരിക്കും. അടുത്ത റൂൾ നമ്പർ 7, വൺ ഓഫ്, നീദർ ഓഫ്, ഈദർ ഓഫ് ഇവയ്ക്ക് ശേഷമുള്ള നൗൺ പ്ലൂരലും വേർബ് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, വൺ ഓഫ് ദി ബോയ്സ് ഹാസ് അറ്റൻഡഡ് ദി ഫംഗ്ഷൻ, നീദർ ഓഫ് ദം ഈസ് ഹാപ്പി. ഓക്കെ, റൂൾ നമ്പർ 8, പുസ്തകങ്ങളുടെ പേരുകൾ എസ്സിൽ അവസാനിച്ചാലും സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, ഗലിവേഴ്സ് ട്രാവൽസ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് നോവൽ. റൂൾ നമ്പർ 9, ന്യൂസ്, ഇൻഫോർമേഷൻ, ലഗേജ്, ബാഗേജ്, ഫർണിച്ചർ, ഫുഡ്, സീനറി, കട്ട്ലറി, ക്രോക്കറി, ഹോംവർക്ക്, മണി ഇവ സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റ്. ഈ വാക്കുകളോടൊപ്പം എസ് ഓർ ഇ എസ് ഉപയോഗിക്കാറില്ല. അതായത് മണീസ്, ഹോംവർക്കീസ്, ഹോംവർക്സ്, ക്രോക്കറീസ് എന്നൊന്നും പറയാറില്ല. ക്രോക്കറി, ഹോംവർക്ക്, മണി എന്നൊക്കെ പറയാറുള്ളൂ. അടുത്ത റൂൾ നമ്പർ 10, അളവ്, തുക, ഉയരം, ഭാരം ഇവ കാണിക്കുന്ന വാക്കുകൾ സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, 10 minutes ഹാസ് ബീൻ ഗിവൻ ടു ഈച്ച് കണ്ടസ്റ്റന്റ്. റുപ്പീസ് 8,000 ഈസ് നോട്ട് എ സ്മോൾ സം. 15 kilometer ഈസ് എ ഗുഡ് ഡിസ്റ്റൻസ് ടു വാക്ക്. അടുത്ത റൂൾ നമ്പർ 10, കളക്റ്റീവ് നൗൺസിന് ശേഷം സിംഗുലർ വെർബ്. എക്സാമ്പിൾ, എ ഹേർഡ് ഓഫ് കാറ്റിൽ ഈസ് ഗ്രേസിംഗ്. എ ക്രൗഡ് ഓഫ് പീപ്പിൾ വാസ് സീൻ സ്റ്റാൻഡിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗേറ്റ്. റൂൾ നമ്പർ 11, ദിസ്, ദാറ്റ് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, ദിസ് ഈസ് മൈ ഷർട്ട് സിംഗുലർ ആണ്. അടുത്ത ലെവൽ 1, ബില്ലിയാർഡ് ഈസ് എ പോപ്പുലർ ഗെയിം അല്ലെ, ഈസ് ആണ്. നാപ്പിൾസ്
ഈസ് എ സിറ്റി ഇൻ ഇറ്റലി. ഈസ് ആണ്. ഓൺ ഡാഷ് ടു ഡു വൺ dash to do one's duty. One has to do one's duty. Each of the boys has scored good marks. രണ്ടും has ആണ് വരുന്നത്. Okay. Cycling is a good exercise. To err is human. Either of them knows the answer. അല്ലേ? Yes. 39 steps is an interesting novel. The Three Musketeers is an interesting book. Food is scarce here. 6 feet is a good height for a man. A flock of birds are flying. Sorry, is flying ആണ്. A flock of birds is flying. Okay. അടുത്ത pronoun ആണ് pronoun. Personal pronoun ഏതൊക്കെയാണ്? I, we, you, he, she, it, they ഒക്കെ personal pronouns ആണ്. Reflexive pronouns or emphatic pronouns ഏതൊക്കെയാണ്? Myself, ourselves, himself, yourselves, herself, itself, themselves, yourself ഒക്കെ റിഫ്ലക്സീവ് പ്രോനൗൺ ഓർ എംഫാറ്റിക് പ്രോനൗൺസ് ആണ്. അടുത്ത ഡെമോൺസ്ട്രാറ്റീവ് പ്രോനൗൺസ് ഏതൊക്കെയാണ്? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. അടുത്ത ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഏതൊക്കെയാണ്? വൺ, സംവൺ, സംബഡി, നൺ, നോബഡി, എനിവൺ, എനിബഡി, എവ്രിവൺ ഒക്കെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. അടുത്തത് ദി എക്സാമിനേഷൻസ് ഹാഡ് ടു ബി ഡാഷ് wing to a hartal. The examinations had to be put off wing to a hartal. Okay. Put off ആണ് put off. Okay. Put on എന്ന് പറഞ്ഞാൽ to wear എന്നാണ്, ധരിക്കുക എന്നർത്ഥം. Put off എന്ന് പറഞ്ഞാൽ ഇത് to postpone എന്നാണ് അർത്ഥം, മാറ്റി വെക്കുക. Put out എന്ന് പറഞ്ഞാൽ to extinguish, അണയ്ക്കുക എന്നാണ് അർത്ഥം. Put up എന്ന് പറഞ്ഞാൽ to build or stay എന്നാണ് അർത്ഥം. Put up with എന്ന് പറഞ്ഞാൽ to tolerate, സഹിക്കുക എന്നാണ് അർത്ഥം. Put by എന്ന് പറഞ്ഞാൽ to save, സമ്പാദിക്കുക. Put by, സമ്പാദിക്കുക, to save. Put an end to എന്ന് പറഞ്ഞാൽ to stop or abolish, നിർത്തലാക്കുക എന്നാണ് അർത്ഥം. Put forward എന്ന് പറഞ്ഞാൽ to suggest, നിർദ്ദേശിക്കുക. Put across, to communicate, ആശയവിനിമയം നടത്തുക എന്നാണ് put across. Put forth എന്ന് പറഞ്ഞാൽ to use or produce, to use or produce. അടുത്തത് ഓക്കെ, അടുത്തത് 26 ചെറിയ അധ്യായങ്ങൾ, പാർട്ട് 14. ഇരുമ്പുരുക്ക് വ്യവസായമാണ് അധ്യായം 66. ഇരുമ്പുരുക്ക് വ്യവസായം. ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? തമിഴ്നാട്ടിലെ പോർട്ടാനോവോയിലാണ് ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. 1830 1830 തമിഴ്നാട്ടിലെ പോർട്ടോനോവയിൽ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. ആദ്യ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി ഏതാണ്? ടിസ്കോ ആണ്. ടിസ്കോ, ജംഷഡ്പൂരിലെ ടിസ്കോ. ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ, ജാർഖണ്ഡ്, 1964. ബൊക്കാറോ, ജാർഖണ്ഡ്, 1964. ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ ഇരുമ്പുരുക്ക് ശാല ഭിലായ്, ഛത്തീസ്ഗഡ്. ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ ഇരുമ്പുരുക്ക് ശാല ഭിലായ്, ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് ഏതാണ്? സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെയിൽ, SAIL. ഏതാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ന്യൂഡൽഹിയിലാണ് 1954 സ്ഥാപിതമായിട്ടുള്ളത്. ന്യൂഡൽഹി, 1954. ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ടിസ്കോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സുവർണരേഖ നദിയുടെ തീരത്താണ് ടിസ്കോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഉള്ളത്. സുവർണരേഖ നദിയുടെ തീരത്ത്. ടിസ്കോ എവിടെയാണ്? ജംഷഡ്പൂരിൽ. ഓക്കെ. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഭദ്രാവതി നദിയുടെ തീരത്താണ്. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഭദ്രാവതി നദിയുടെ തീരത്താണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് തണ്ടുല നദിയുടെ തീരത്താണ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആണ്. കടൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഓക്കെ. സ്റ്റീൽ പ്ലാന്റ് സംസ്ഥാനം, സഹായം, വർഷം, പഞ്ചവത്സര പദ്ധതി. ഭിലായ് ഛത്തീസ്ഗഡിലാണ്. ഭിലായ്. സഹായം റഷ്യ. വർഷം 1959, 1959. പഞ്ചവത്സര പദ്ധതി 2.
സ്റ്റീൽ പ്ലാന്റ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്, സംസ്ഥാനം പശ്ചിമ ബംഗാൾ, സഹായം ബ്രിട്ടൻ, വർഷം 1959. പഞ്ചവത്സര പദ്ധതി 2. സ്റ്റീൽ പ്ലാന്റ് റൂർക്കേല, സംസ്ഥാനം ഒഡീഷ, സഹായം ജർമ്മനി, വർഷം 1959. പഞ്ചവത്സര പദ്ധതി 2. ബൊക്കേറോ സ്റ്റീൽ പ്ലാന്റ് ഇവിടെ ജാർഖണ്ഡിലാണ് ബൊക്കേറോ, സഹായം റഷ്യയാണ്, വർഷം 1964. പഞ്ചവത്സര പദ്ധതി 3. ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് കമ്പനി കുൾട്ടിയാണ്. കുൾട്ടി, വെസ്റ്റ് ബംഗാളിലെ കുൾട്ടി, 1870. ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് കമ്പനി കുൾട്ടി, വെസ്റ്റ് ബംഗാള്, 1870. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല തമിഴ്നാട്ടിലെ പോർട്ടോനോവയാണ്, 1830. ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് കമ്പനി എന്ന് പറയുന്നത് കുൾട്ടിയാണ്, വെസ്റ്റ് ബംഗാൾ, 1870. പാരാദ്വീപിലെ പോസ്കോ സ്റ്റീൽ പ്ലാന്റ് ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ, പാരാദ്വീപിലെ പോസ്കോ സ്റ്റീൽ പ്ലാന്റ് ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ, വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സഹായത്തോടെ. അടുത്ത 67ാമത്തെ അധ്യായം, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഉത്തല ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ഉത്തല ലെൻസ്, സംവ്രജന ലെൻസ്, മാഗ്നിഫൈങ് ലെൻസ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ കോൺവെക്സ് ലെൻസ് ആണ് ഉത്തല ലെൻസ്, സംവ്രജന ലെൻസ്, മാഗ്നിഫൈങ് ലെൻസ് എന്നൊക്കെ അറിയപ്പെടുന്നു. കോൺവെക്സ് ലെൻസ് ആണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു, ഹൈപ്പർമെട്രോപ്പിയ. മധ്യഭാഗത്ത് കട്ടി കൂടുതൽ, വശങ്ങൾ ഇടുങ്ങിയത്, കോൺവെക്സ്. പവർ പോസിറ്റീവ്, പവർ ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. പ്രതിബിംബം യഥാർത്ഥവും തല കീഴായതുമാണ്. ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വസ്തുക്കളെ വലുതായി കാണാൻ, ടെലിവിഷൻ, ക്യാമറ, പ്രൊജക്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്നു. മൈക്രോസോഫ്റ്റ് ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. ബെർണിംഗ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നു. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വാച്ച് നന്നാക്കുന്ന ലെൻസായി ഉപയോഗിക്കുന്നു. ഒന്നുകൂടി, കോൺവെക്സ് ലെൻസ്, ഉത്തല ലെൻസ്, സംവ്രജന ലെൻസ്, മാഗ്നിഫൈങ് ലെൻസ് എന്നൊക്കെ അറിയപ്പെടുന്നു. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു, ഹൈപ്പർമെട്രോപ്പിയ. മധ്യഭാഗത്ത് കട്ടി കൂടുതൽ, വശങ്ങൾ ഇടുങ്ങിയത്. പവർ പോസിറ്റീവ് ആണ്. പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ്. ഉപയോഗങ്ങൾ വസ്തുക്കളെ വലുതായി കാണാന്, ടെലിവിഷൻ, ക്യാമറ, പ്രൊജക്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. ബെർണിംഗ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നു. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വാച്ച് നന്നാക്കുന്ന ലെൻസായി ഉപയോഗിക്കുന്നു. അടുത്തത് കോൺകേവ് ലെൻസ് ആണ്. അവതല ലെൻസ്, വിവ്രജന ലെൻസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഏതാണ് കോൺകേവ് ലെൻസ്? ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു, മയോപ്പിയ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്, ഹൈപ്പർമെട്രോപ്പിയ. ഓക്കെ. അടുത്ത കോൺകേവ്, മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതും, കോൺകേവ്. പവർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും, സാങ്കല്പികവും നിവർന്നതും ആയിരിക്കും. ഒന്നാമത്തെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നു. ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐ ലെൻസായി ഉപയോഗിക്കുന്നു, കോൺകേവ് ലെൻസ്. ഓക്കെ. അടുത്ത ടോപ്പിക് 68ാമത്തെ ടോപ്പിക്കാണ് അരുണ രക്താണുക്കളും ശ്വേതരക്താണുക്കളും. അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ. അരുണ രക്താണുക്കൾ എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ്. ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അരുണ രക്താണുക്കൾ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്സ്. ആയുസ് എത്രയാണ് അരുണ രക്താണുക്കളുടെ? RBCയുടെ ആയുസ് 120 ദിവസമാണ്, 120 ദിവസം. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. അരുണ രക്താണുക്കളുടെ RBCയുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം പോളിസൈത്തീമിയ. 1 മില്ലി ലിറ്ററിൽ 45 to 60 ലക്ഷം വരെയുണ്ട് RBC. 1 മില്ലി ലിറ്ററിൽ 45 to 60 ലക്ഷം വരെയുണ്ട്. ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെടുന്നു. അരുണ രക്താണുക്കൾ രൂപം കൊള്ളുന്നത്, അസ്ഥിമജ്ജ നശിപ്പിക്കപ്പെടുന്നത്, ഈസ് ഈക്വൽ ടു കരൾ പ്ലീഹ. അരുണ രക്താണുക്കൾ രൂപം കൊള്ളുന്നത് ഈസ് ഈക്വൽ ടു അസ്ഥിമജ്ജ നശിപ്പിക്കപ്പെടുന്നത്, ഈസ് ഈക്വൽ ടു കരൾ പ്ലീഹ. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് പ്ലീഹ. മർമ്മം ഇല്ലാത്ത രക്തകോശമാണ് RBC. നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റമിനുകൾ, RBC നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റമിൻസ് ഏതൊക്കെയാണ്? B9, B12. അടുത്ത ശ്വേതരക്താണുക്കൾ, ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ്. ആയുസ് 10 to 15 ദിവസം. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം
അമിതമായി കൂടുന്ന അവസ്ഥ ലുക്കീമിയ, രക്താർബുദം. WBC ഉൽപാദനം അമിതമായി കൂടുന്ന അവസ്ഥ ലുക്കീമിയ, രക്താർബുദം. അളവ് കുറയുന്ന അവസ്ഥ ലൂക്കോപീനിയ. അളവ് കുറയുന്ന അവസ്ഥ ലൂക്കോപീനിയ. 1 മില്ലി ലിറ്ററിൽ 5000 to 10000 വരെ ഉണ്ട്. WBC 1 മില്ലി ലിറ്ററിൽ 5000 to 10000 വരെ ഉണ്ട്. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. RBC എന്തായിരുന്നു? ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെടുന്നു. ഓക്കെ, WBC പ്രധാന ശ്വേതരക്താണുക്കൾ 5 തരം ഏതൊക്കെയാണ്? ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? മോണോസൈറ്റ് ആണ് ഏറ്റവും വലിയ ശ്വേതരക്താണു. ഏറ്റവും വലിയ WBC മോണോസൈറ്റ്. ഏറ്റവും ചെറുതോ? ലിംഫോസൈറ്റ് ആണ്, ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നു WBC. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. ആന്റിബോഡി ലിംഫോസൈറ്റ്. HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ്. HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ്. പ്രധാന കായിക ഇനങ്ങൾ, ട്രോഫികൾ. ക്രിക്കറ്റ് ട്രോഫികൾ ഏതൊക്കെയാണ്? രഞ്ജി ട്രോഫി ക്രിക്കറ്റ് റിലേറ്റഡ് ആണ്. ദുലീപ് ട്രോഫി ക്രിക്കറ്റ്, ആഷസ് ട്രോഫി ക്രിക്കറ്റ്, ഇറാനി ട്രോഫി ക്രിക്കറ്റ്, ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ്, CK നായിഡു ട്രോഫി ക്രിക്കറ്റ്, വിസ്ഡൻ ട്രോഫി ക്രിക്കറ്റ്, GD ബിർള ട്രോഫി ക്രിക്കറ്റ്. അടുത്ത ഫുട്ബോൾ സന്തോഷ് ട്രോഫി ഫുട്ബോൾ, ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ, കോപ്പ അമേരിക്ക ഫുട്ബോൾ, കോൺഫെഡറേഷൻ കപ്പ് ഫുട്ബോൾ, യൂറോ കപ്പ് ഫുട്ബോൾ, UEFA കപ്പ് ഫുട്ബോൾ, റോവേഴ്സ് കപ്പ് ഫുട്ബോൾ, FA കപ്പ് ഫുട്ബോൾ. അടുത്ത മൂന്നാമത്തെ ഹോക്കിയാണ്. ഹോക്കി അഖാഖാൻ കപ്പ് ഹോക്കി, രംഗസ്വാമി കപ്പ് ഹോക്കി, സുൽത്താൻ അസ്ലം ഷാം കപ്പ് ഹോക്കി, ബെയ്റ്റൻ കപ്പ് ഹോക്കി, ധ്യാൻചന്ദ് കപ്പ് ഹോക്കി, മുരുകപ്പ് ഗോൾഡ് കപ്പ് ഹോക്കി, ഗുരുനാനാക്ക് കപ്പ് ഹോക്കി, കുപ്പുസ്വാമി നായിഡു കപ്പ് ഹോക്കി, ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ് ഹോക്കി. അടുത്തത് തോമസ് കപ്പ്, യൂബർ കപ്പ്, സുധീർമാൻ കപ്പ്, അഗർവാൾ കപ്പ്. ഏത് റിലേറ്റഡ് ആണ്? ബാഡ്മിന്റൺ റിലേറ്റഡ് ആണ്. ഡേവിസ് കപ്പ് ഓൾ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് ടെന്നീസ് ആണ്. ഡേവിസ് കപ്പ് ഓൾ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് ടെന്നീസ്. വില്യം ജോൺസ് കപ്പ്, BC ഗുപ്ത ട്രോഫി, SM അർജുന ട്രോഫി ബാസ്കറ്റ്ബോൾ ആണ്. അടുത്തത് ഹോഫ്മാൻ കപ്പ്, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, ലോൺ ടെന്നീസ് റിലേറ്റഡ് ആണ്. പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഗോൾഫ് റിലേറ്റഡ് ആണ്. ഇസ്ര കപ്പ്, രാധാമോഹൻ കപ്പ്, കിങ്സ് കപ്പ്, വിൻജെസ്റ്റർ കപ്പ് പോളോ റിലേറ്റഡ് ആണ്. അടുത്തത് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ. കേരള കലാമണ്ഡലം 1930 തൃശ്ശൂരിലാണ്. കേരള കലാമണ്ഡലം 1930 തൃശ്ശൂർ. കേരള സാഹിത്യ അക്കാദമി 1956 തൃശ്ശൂര്. കേരള സാഹിത്യ അക്കാദമി 1956 തൃശ്ശൂര്. കേരള സംഗീത നാടക അക്കാദമി 1958 തൃശ്ശൂര്. കേരള സംഗീത നാടക അക്കാദമി 1958 തൃശ്ശൂര്. കേരള ലളിത കലാ അക്കാദമി 1962 തൃശ്ശൂര് ചെമ്പുകാവ്. കേരള ലളിത കലാ അക്കാദമി 1962 തൃശ്ശൂര് ചെമ്പുകാവ്. കേരള ഫോക്ലോർ നാടൻ കലാ അക്കാദമി 1995 കണ്ണൂർ ചിറക്കൽ. കേരള ഫോക്ലോർ നാടൻ കലാ അക്കാദമി 1995 കണ്ണൂർ ചിറക്കൽ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968 TVM നളന്ദ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968 TVM നളന്ദ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 1981 TVM. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 1981 TVM തിരുവനന്തപുരത്താണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1962 കോഴിക്കോട്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 1998 തിരുവനന്തപുരം. മലയാള മിഷൻ 2000 മലയാള മിഷൻ 2009 തിരുവനന്തപുരം തൈക്കാട്. ഭാരത് ഭവൻ 1984 തിരുവനന്തപുരം തൈക്കാട്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ 2001 തിരുവനന്തപുരം നളന്ദ. വാസ്തുവിദ്യാ ഗുരുകുലം 1993 പത്തനംതിട്ട ആറന്മുള. സംസ്ഥാന സർവ വിജ്ഞാന കോശം 1961 തിരുവനന്തപുരം. മാർഗി കഥകളി കൂടിയാട്ടം തിരുവനന്തപുരം. പൈതൃക പഠന കേന്ദ്രം തൃപ്പൂണിത്തറ എറണാകുളം. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം. അടുത്തത്
ഇരുപത്തി 26, 27, 28. ഓക്കെ, അടുത്തത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് പാർട്ട് 4 ആണ്. സിംഗുലർ ആൻഡ് പ്ലൂറൽ വൊക്കാബുലറി. പാർട്ട് 2 സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് പ്ലൂറൽ. റൂൾ നമ്പർ 1, പീപ്പിൾ, പോലീസ്, കാറ്റിൽ ഇവ പ്ലൂറൽ ആയിരിക്കും. എക്സാമ്പിൾ, പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദി വേൾഡ്. പോലീസ് ആർ സെർച്ചിങ് ഫോർ ദി എസ്കേപ്ഡ് prisoner. റൂൾ നമ്പർ 2, spectacles, scissors, trousers, pants, knickerbockers, pyjamas, shoes, binoculars, players ഇവ പ്ലൂറൽ ആയിരിക്കും. ഇവ പ്ലൂറൽ ആണ്, പ്ലൂറൽ. എക്സാമ്പിൾ, those spectacles are of no use to me. ഇവയോടൊപ്പം എ പെയർ ഓഫ് വന്നാൽ വേർബ് സിംഗുലർ ആയിരിക്കും. എ പെയർ ഓഫ് ഷൂസ് ഈസ് വെരി എക്സ്പെൻസീവ് നൗ എ ഡേയ്സ്, സിംഗുലർ ആണ്. റൂൾ നമ്പർ 3, ബോത്ത്, എ ഫ്യൂ, ഫ്യൂ, സെവറൽ ഇവ പ്ലൂറൽ ആയിരിക്കും. ബോത്ത്, എ ഫ്യൂ, ഫ്യൂ, സെവറൽ ഇവ പ്ലൂറൽ ആയിരിക്കും. എക്സാമ്പിൾ, ബോത്ത് ഓഫ് ദം വേർ ഹാപ്പി, സെവറൽ മെൻ ഹാവ് അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. റൂൾ നമ്പർ 4, ദി മെജോറിറ്റി ഓഫ്, ദി മൈനോറിറ്റി ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, more than two, one or more, a great many, a good many ഇവ പ്ലൂറൽ ആയിരിക്കും. ദി മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് നോ ദി ആൻസർ. ഓക്കെ, ദി മെജോറിറ്റി ഓഫ്, ദി മൈനോറിറ്റി ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, മോർ ദാൻ ടു, വൺ ഓർ മോർ, എ ഗ്രേറ്റ് മെനി, എ ഗുഡ് മെനി ഇവ പ്ലൂറൽ ആയിരിക്കും. ദി മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് നോ ദി ആൻസർ. അടുത്ത റൂൾ നമ്പർ 5, ദീസ്, ദോസ് പ്ലൂറൽ ആയിരിക്കും. ദീസ് ആർ മാംഗോസ്. അടുത്ത റൂൾ നമ്പർ 6, അഡ്ജക്റ്റീവിനെ നൗൺ ആക്കാൻ അതിനു മുന്നിൽ ദ ഉപയോഗിക്കണം. അഡ്ജക്റ്റീവിനെ നൗൺ ആക്കാൻ അതിനു മുന്നിൽ ദ ഉപയോഗിക്കണം. ഇവ സബ്ജക്റ്റ് ആയി വന്നാൽ വേർബ് പ്ലൂറൽ ആയിരിക്കും. ഇവ സബ്ജക്റ്റ് ആയി വന്നാൽ വേർബ് പ്ലൂറൽ ആയിരിക്കും. എക്സാമ്പിൾ, ദി റിച്ച് ആർ നോട്ട് ഓൾവേസ് ഹാപ്പി. ദി റിച്ച് മീൻസ് ദി റിച്ച് പീപ്പിൾ. ദി റിച്ച് ആർ നോട്ട് ഓൾവേസ് ഹാപ്പി. അഡ്ജക്റ്റീവിനെ നൗൺ ആക്കാൻ അതിനു മുന്നിൽ ദ ഉപയോഗിക്കണം. ഇവ സബ്ജക്റ്റ് ആയി വന്നാൽ വേർബ് പ്ലൂറൽ ആയിരിക്കും. ദി റിച്ച് ആർ നോട്ട് ഓൾവേസ് ഹാപ്പി. ഓക്കെ, level 2, the honest, the honest are blessed. Those were umbrellas. More than two students have come. A few men come here. My spectacles are damaged. A pair of jeans was torn. Cattle are grazing. The honest are blessed. Those were umbrellas. More than two students have come. A few men come here. My spectacles are damaged. A pair of jeans was torn. Cattle are grazing. Okay, അടുത്തത് സിംഗുലർ ആൻഡ് പ്ലൂറൽ വൊക്കാബുലറി. സിംഗുലർ, പ്ലൂറൽ. എയർക്രാഫ്റ്റ്, എയർക്രാഫ്റ്റ്. അലുംന, അലുംനെ. ALUMNAE, ALUMNAE, അലുംനൈ. അലുംനസ്, അലുംനൈ. അലുംനസ് സിംഗുലർ, പ്ലൂറൽ അലുംനൈ ആണ്. അനാലിസിസ്, അനാലിസിസ്. അപ്പെൻഡിക്സ്, appendixes or appendices. ബ്യൂറോ, ബ്യൂറെക്സ്. കാക്ടസ്,
cacti or cactuses. Cargo, cargoes. Crux, cruises. Daisy, daisies. Deer, deer. Diagnosis, diagnosis. Formula, formulae. Hippopotamus, hippopotami. Hypothesis, hypothesis. Index, indices. Lacuna, lacunae or lacunas. Lacunae, lacunas. Larva, larvae. Loaf, loaves. Logo, logos. Matrix, matrices. Maximum, maxima. Octopus, octopi. Parenthesis, parentheses. Plateau, plateaus or plactus. അടുത്തത് പോഡിയം, പോഡിയ. സീരീസ്, സീരീസ്. ഷീപ്പ്, ഷീപ്പ്. സ്പീഷീസ്, സ്പീഷീസ്. സ്റ്റോറി, സ്റ്റോറീസ്. സ്റ്റോറി, സ്റ്റോറീസ്. സ്റ്റിമുലസ്, സ്റ്റിമുലൈ. സിംബോസിയം, സിംബോസിയ. ടാക്സ്, ടാക്സസ്. ടെർമിനസ്, ടെർമിനൈ. വിറ്റെ, വിറ്റൈ. ബെനിഫാക്ടേഴ്സ്, ബെനിഫാക്ട്രസ്. ബോയ് സ്കൗട്ട്, ഗേൾ ഗൈഡ്. ബുള്ളോക്ക്, ഹെയ്ഫർ. കണ്ടക്ടർ, കണ്ടക്ട്രസ്. ഡ്രോണ്, ക്യൂൻ. ഡ്യൂക്ക്, ഡച്ചസ്. എൻഷാൻഡർ, എൻഷാൻഡ്രസ്. എക്സിക്യൂട്ടർ, എക്സിക്യൂട്രിക്സ്. ഫൗണ്ടർ, ഫൗണ്ട്രസ്. ജയന്റ്, ജയന്റസ്. ലെപ്പേർഡ്, ലെപ്പാഡസ്. മാനേജർ, മാനേജറസ്. മേയർ, മേയറസ്. ഫ്രിയർ, നണ്ണ്. പ്രൊഫറ്റ്, പ്രൊഫറ്റസ്. പ്രൊപ്രേറ്റർ, പ്രൊപ്രേറ്ററസ്. പ്രോസിക്യൂട്ടർ, പ്രോസിക്യൂട്രിക്സ്. പ്രോസിക്യൂട്രിക്സ്. സെയിൽസ്മാൻ, സെയിൽസ്വിമൻ, സെയിൽസ്വുമൺ. സിഗ്നർ, സിഗ്നോറ. സൺ, ഡോട്ടർ. സോഴ്സറർ, സോഴ്സറസ്. ടെസ്റ്റേറ്റർ, ടെസ്റ്റേട്രിക്സ്. ടൈഗർ, ടൈഗ്രസ്, ടൈഗ്രസ്. ട്രൈറ്റർ, ട്രൈട്രസ്. അങ്കിൾ, അണ്ട്. വാഷർമാൻ, വാഷർവുമൺ. വെയിറ്റർ, വെയിട്രസ്. വിഡോവർ, വിഡോ. വിസാർഡ്, വിച്ച്. ഓക്കെ, അടുത്തത് ഏതാണ്? ചെറിയ അധ്യായങ്ങൾ, പാർട്ട് 15. അധ്യായം 71 ഇന്ത്യയിലെ ഖനികളാണ്. ഇന്ത്യയിലെ ഖനികൾ. പന്ന, പന്ന ഏതാണ്? എന്താണ്? വജ്രഖനിയാണ് പന്ന. എവിടെയാണ്? മധ്യപ്രദേശിലാണ് പന്ന ഉള്ളത്. പന്ന, വജ്രഖനി, മധ്യപ്രദേശ്. ഖേത്രി, ഖേത്രി ചെമ്പുഖനിയാണ്. ചെമ്പുഖനി, രാജസ്ഥാന്. ഖേത്രി, ചെമ്പുഖനി, രാജസ്ഥാന്. ജാദുഗുഡ, യുറേനിയം ആണ്. ജാദുഗുഡ, യുറേനിയം. ജാർഖണ്ഡിലാണ് ജാദുഗുഡ ഉള്ളത്. ജാദുഗുഡ, യുറേനിയം, ജാർഖണ്ഡ്. ജാറിയ, ജാറിയ വലുത്, വലുത്. കൽക്കരി ഖനിയാണ് ജാർഖണ്ഡില്. ജാറിയ വലുത്, കൽക്കരി ഖനി, ജാർഖണ്ഡ്. റാണിഗഞ്ച് പഴയത്, കൽക്കരി ഖനി, പശ്ചിമ ബംഗാള്. പന്ന, വജ്രഖനി, മധ്യപ്രദേശ്. കേത്രി, ചെമ്പുഖനി, രാജസ്ഥാന്. ജാദുഗുഡ, യുറേനിയം, ജാർഖണ്ഡ്. ജാറിയ വലുത്, കൽക്കരി ഖനി, ജാർഖണ്ഡ്. റാണിഗഞ്ച്, റാണിഗഞ്ച് പഴയത്, കൽക്കരി ഖനി, പശ്ചിമ ബംഗാള്. കോളാർ, കോളാർ ഹട്ടി, കോളാർ ഹട്ടി, സ്വർണ്ണഖനി, കർണാടക. ബൈലാദിയ, ഇരുമ്പയിര് ഖനിയാണ്. ഇരുമ്പയിര് ഖനി. ബൈലാദിയ, ഇരുമ്പയിര് ഖനി, ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ്. മയൂർഭഞ്ച്, മയൂർഭഞ്ച് ഇരുമ്പയിരാണ്. ഒഡീഷ, ഒഡീഷ. മയൂർഭഞ്ച്, ഇരുമ്പയിര്, ഒഡീഷ. സുന്ദർഗഡ്, ഇരുമ്പയിര്, ഒഡീഷ. സുന്ദർഗഡ്, ഇരുമ്പയിര്, ഒഡീഷ. ബലംഗീർ, ബലംഗീർ ബോക്സൈറ്റ്, ഒഡീഷ. ബലംഗൈർ, ബോക്സൈറ്റ്, ഒഡീഷ. ബലംഗീർ, ബോക്സൈറ്റ്, ഒഡീഷ. മുംബൈ ഹൈ, എണ്ണപ്പാടം, മഹാരാഷ്ട്ര. മുംബൈ ഹൈ, എണ്ണപ്പാടം, മഹാരാഷ്ട്ര. ദിഗ്ബോയ്, പഴയ എണ്ണപ്പാടം, ആസാമിലാണ് ദിഗ്ബോയ് ഉള്ളത്. ആസാമിലാണ് ദിഗ്ബോയ്. അപ്പൊ ഒന്നുകൂടി, പന്ന വജ്രഖനിയാണ്. എവിടെയാ? മധ്യപ്രദേശ്. ഖേത്രി, ഖേത്രി ചെമ്പുഖനിയാണ്. ഖേത്രി ചെമ്പുഖനിയാണ്, കോപ്പർ, രാജസ്ഥാന്. ജാദുഗുഡ, ജാദുഗുഡ യുറേനിയം, യുറേനിയം, ജാർഖണ്ഡ്, ജാർഖണ്ഡ്. ജാറിയ വലുത്, കൽക്കരി ഖനി, ജാർഖണ്ഡ്. റാണിഗഞ്ച് പഴയത്, കൽക്കരി ഖനി, പശ്ചിമ ബംഗാൾ. റാണിഗഞ്ച്, പശ്ചിമ ബംഗാൾ. ജാറിയ, ജാർഖണ്ഡ്. കോളാർ ഹട്ടി, കോളാർ ഹട്ടി സ്വർണ്ണഖനി, കർണാടക. ബൈലാദിയ, ഇരുമ്പയിര് ഖനി, ഛത്തീസ്ഗഡ്. മയൂർഭഞ്ച്, മയൂർഭഞ്ച് ഇരുമ്പയിര്, ഒഡീഷ, ഒഡീഷ. മയൂർഭഞ്ച്, ഇരുമ്പയിര്, ഒഡീഷ. സുന്ദർഗഡ്, ഇരുമ്പയിര്, ഒഡീഷ. ബലംഗീർ, ബോക്സൈറ്റ്, ഒഡീഷ. മുംബൈ ഹൈ, എണ്ണപ്പാടം,
മുംബൈ ഹൈ എണ്ണപ്പാടം മഹാരാഷ്ട്ര. ദിഗ്ബോയ് പഴയ എണ്ണപ്പാടം ആസാം. അടുത്ത അധ്യായം 72. ഇന്ത്യയിലെ പ്രധാന അണക്കെട്ടുകളാണ് അലമാട്ടി കൃഷ്ണ കർണാടക. അലമാട്ടി അണക്കെട്ട് എവിടെയാണ്? കൃഷ്ണ നദിയിലാണ്. കർണാടക. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ്. ഗുജറാത്ത്. സർദാർ സരോവർ നർമ്മദ ഗുജറാത്ത്. കക്രപാറ താപ്തി നദിയിലാണ്. ഗുജറാത്ത്. ഉക്കായി താപ്തിയാണ്. ഗുജറാത്ത്. കൃഷ്ണരാജസാഗർ കാവേരി കർണാടക. നാഗാർജുന സാഗർ കൃഷ്ണ തെലുങ്കാന ആന്ധ്രാപ്രദേശ്. ആന്ധ്ര. ഓങ്കാരേശ്വർ നർമ്മദ മധ്യപ്രദേശ്. തെഹിരി ഭഗീരഥി ഉത്തരാഖണ്ഡ്. ഹിരാക്കുഡ് മഹാനദി ഒഡീഷ. പോങ് ബിയാസ് ഹിമാചൽ പ്രദേശ്. പോങ് അണക്കെട്ട് ബിയാസ് നദിയിൽ ഹിമാചൽ പ്രദേശ്. ഫറാക്ക ബാരേജ് ഗംഗാ നദി പശ്ചിമ ബംഗാൾ. മേട്ടൂർ കാവേരി തമിഴ്നാട്. കല്ലണ ഗ്രാൻഡ് കാവേരി തമിഴ്നാട്. തെയിൻ രഞ്ജിത് സാഗർ രവി പഞ്ചാബ്. ബക്ര അണക്കെട്ട് സത്ലജ് ഹിമാചൽ. നങ്കൽ അണക്കെട്ട് സത്ലജ് പഞ്ചാബ്. ഗാന്ധി സാഗർ ചമ്പൽ മധ്യപ്രദേശ്. ഉറി അണക്കെട്ട് ജലം ജമ്മു. ബഗ്ലിഹാർ ചെനാബ് ജമ്മു. ദുൽഹസ്തി ചെനാബ് ജമ്മു. കൊയ്ന മഹാരാഷ്ട്ര. കിഷൻ ഗംഗ ജലം ജമ്മു. അടുത്ത അധ്യായം 73. ഓക്കെ, ഒന്നുകൂടി പറയാം. അലമാട്ടി കൃഷ്ണ കർണാടക. സർദാർ സരോവർ നർമ്മദ ഗുജറാത്ത്. കക്രപ്പാറ താപ്തി ഗുജറാത്ത്. ഉക്കായി താപ്തി ഗുജറാത്ത്. കൃഷ്ണരാജസാഗർ കാവേരി കർണാടക. നാഗാർജുന സാഗർ കൃഷ്ണ തെലങ്കാന ആന്ധ്ര. ഓങ്കാരേശ്വർ നർമ്മദ മധ്യപ്രദേശ്. തെഹ്രി ഭാഗീരഥി ഉത്തരാഖണ്ഡ്. ഹിരാക്കുഡ് മഹാനദി ഒഡീഷ. പോങ് ബിയാസ് ഹിമാചൽ പ്രദേശ്. ഫറാക്ക ബാരേജ് ഗംഗ പശ്ചിമ ബംഗാള്. മേട്ടൂർ കാവേരി തമിഴ്നാട്. കല്ലണ ഗ്രാൻഡ് കാവേരി തമിഴ്നാട്. തെയിന് രഞ്ജിത് സാഗർ രവി പഞ്ചാബ്. ബക്ര അണക്കെട്ട് സത്ലജ് ഹിമാചല്. നങ്കൽ അണക്കെട്ട് സത്ലജ് പഞ്ചാബ്. ഗാന്ധി സാഗർ ചമ്പൽ മധ്യപ്രദേശ്. ഉറി അണക്കെട്ട് ജലം ജമ്മു. ബഗ്ലിഹാർ ചിനാബ് ജമ്മു. ദുൽഹസ്തി ചെനാബ് ജമ്മു. കൊയ്ന മഹാരാഷ്ട്ര. കിഷൻ ഗംഗ ജലം ജമ്മു. അടുത്ത അധ്യായം 73. കീടനാശിനികളുടെ നിറങ്ങൾ. ചുവപ്പ് ത്രികോണം മാരക വിഷാംശം. മഞ്ഞ ത്രികോണം കൂടിയ വിഷാംശം. നീല ത്രികോണം സാധാരണ വിഷാംശം. പച്ച ത്രികോണം നേരിയ വിഷാംശം. അപ്പൊ എത്ര നിറങ്ങളാണ്? 4 നിറങ്ങളാണുള്ളത്. കീടനാശിനികൾ 4 നിറത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? പച്ച, നീല, മഞ്ഞ, ചുവപ്പ്. പച്ച, നീല, ചുവപ്പ്. പച്ച, നീല, മഞ്ഞ, ചുവപ്പ്. ചുമനീപ്പ പനീമച്ചു. പച്ച, നീല, മഞ്ഞ, ചുവപ്പ്. പച്ച നേരിയ വിഷാംശം. നീല സാധാരണ വിഷാംശം. മഞ്ഞ ത്രികോണം കൂടിയ വിഷാംശം. ചുവപ്പ് മാരക വിഷാംശം. പനീമച്ചു. അടുത്ത അധ്യായം 74. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം 1969. 1969 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. പുരസ്കാര തുക 10 ലക്ഷം രൂപയാണ്. പുരസ്കാര തുക 10 ലക്ഷം രൂപ. ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന പരമോന്നത പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. ആദ്യം ലഭിച്ചത് ദേവിക റോണി റോറിച്ചിനാണ്. ആദ്യം ലഭിച്ചത് ആർക്കാണ്? ദേവിക റോണി റോറിച്ച്. ദാദാ സാഹേബ് പുരസ്കാരം ആദ്യം ലഭിച്ചത് ദേവിക റോണി റോറിച്ച്. രണ്ടാമത് ലഭിച്ചത് ബീരേന്ദ്രനാഥ് സർക്കാർ. രണ്ടാമത് ലഭിച്ചത് ബീരേന്ദ്രനാഥ് സർക്കാർ. ഒരേ ഒരു മലയാളി ആരാണ്? ദാദാ സാഹേബ് പുരസ്കാരം ലഭിച്ച ഒരേ ഒരു മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 അടൂർ ഗോപാലകൃഷ്ണൻ. ആദ്യ സിനിമാ നടൻ ആരാണ്? പൃഥ്വിരാജ് കപൂർ. മരണാനന്തരം പൃഥ്വിരാജ് കപൂർ. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. അടുത്ത ഫാൽക്കെ പുരസ്കാരവും ഭാരതരത്നവും ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ലതാ മങ്കേഷ്കറും സത്യജിത് റേയും. ഫാൽക്കെ പുരസ്കാരവും ഭാരതരത്നവും ലഭിച്ച വ്യക്തികൾ ലതാ മങ്കേഷ്കർ അതുപോലെ സത്യജിത് റേ. അവസാനമായി കൊടുത്തത് 53ാമത്തെ അവാർഡ് ആർക്ക്? 2021 ആർക്ക് കൊടുത്തത്? വഹീദ റഹ്മാനാണ് കൊടുത്തത്. 53ാമത്തെ അവാർഡ് 2021 വഹീദ റഹ്മാൻ. 52ാമത്തെ അവാർഡ് 2020 ആശാ പരീഖ്. 51ാമത്തെ അവാർഡ് 2019 രജനീകാന്തൻ ലഭിച്ചു ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം.
50ാമത്തെ അവാർഡ് 2018 ആർക്കാണ് ലഭിച്ചത്? അമിതാഭ് ബച്ചനാണ് ലഭിച്ചത്. അമിതാഭ് ബച്ചൻ. അധ്യായം 75 ജമ്മു കശ്മീർ വിഭജനം. നിയമം പ്രാബല്യത്തിൽ വന്നത് 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീർ വിഭജനം നിയമം പ്രാബല്യത്തിൽ വന്നത് 2019 ഒക്ടോബർ 31. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5. ആദ്യം രാജ്യസഭ പാസാക്കി, പിന്നെയാണ് ലോക്സഭ. ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6. ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അമിത് ഷാ ആണ്. നിലവിലുണ്ടായിരുന്ന പീനൽ കോഡായ രൺബീർ പീനൽ കോഡ് മാറി ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നു. പ്രത്യേക പദവി നൽകിയിരുന്ന 370 ആർട്ടിക്കിൾ 370 റദ്ദാക്കി. ജമ്മുവിൽ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന 35A അനുച്ഛേദം റദ്ദാക്കി. ജമ്മുവിൽ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന 35A അനുച്ഛേദം റദ്ദാക്കി. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. നിയമസഭയോടുകൂടി ജമ്മു കാശ്മീർ. നിയമസഭയില്ലാതെ ലഡാക്ക്. നിയമസഭയോടുകൂടി ജമ്മു കാശ്മീർ, നിയമസഭയില്ലാതെ ലഡാക്ക്. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതി ജമ്മു കാശ്മീരിലാണ്. ജമ്മു നിയമസഭയുടെ കാലാവധി 5 വർഷം. നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ 3 ഉള്ളത്. ഏതൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി, ജമ്മു. ഡൽഹി, പുതുച്ചേരി, ജമ്മു. നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി, പുതുച്ചേരി, ജമ്മു. 370 പിൻവലിച്ചതിനു ശേഷം ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ആർമി ആരംഭിച്ച ഓപ്പറേഷൻ മിഷൻ റീച്ച് ഔട്ട്. ഓക്കെ, അടുത്തത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് പാർട്ട് 5 ഇഡിയംസ് ആൻഡ് ഫ്രേസ്. പാർട്ട് 1 സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് സിംഗുലർ ഓർ പ്ലൂറൽ. റൂൾ നമ്പർ 1 ഈദർ ഡാഷ് ഓർ നീദർ ഡാഷ് നോർ ഓർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇവ ചേർത്ത് 2 സബ്ജക്റ്റുകളെ ബന്ധിപ്പിക്കുമ്പോൾ വേർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിച്ച് മാറണം. ഈദർ ഓർ, നീദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. എക്സാമ്പിൾ. ഓക്കെ, ഇവ ചേർത്ത് 2 സബ്ജക്റ്റുകളെ ബന്ധിപ്പിക്കുമ്പോൾ വേർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിച്ച് മാറണം. എക്സാമ്പിൾ, നീദർ ഹി നോർ ഹിസ് പാരന്റ്സ് ഹാവ് വിസിറ്റഡ് ദി സ്കൂൾ. ഹാവ് ആയി മാറി, കണ്ടില്ലേ? നീദർ ഹി നോർ ഹിസ് പാരന്റ്സ്. ഓക്കെ, വേർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിച്ച് മാറണം. നീദർ ഹി നോർ ഹിസ് പാരന്റ്സ്. ഇവിടെ ഹി ആണ് ആദ്യത്തെ സബ്ജക്റ്റ്, പാരന്റ്സ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ്. അപ്പോൾ നീദർ ഹി നോർ ഹിസ് പാരന്റ്സ് ഹാവ്, പാരന്റ്സ് പ്ലൂറലാണ്, അപ്പോൾ ഹാവ് വിസിറ്റഡ് ദി സ്കൂൾ. നോട്ട് ഓൺലി രവി ബട്ട് ഓൾസോ ഐ ആം എ ടീച്ചർ. നോട്ട് ഓൺലി രവി ബട്ട് ഓൾസോ ഐ ആം എ ടീച്ചർ. ഓക്കെ, ടീച്ചർ ടീച്ചർ എന്താണ്? സിംഗുലർ ആണ്, അപ്പോൾ ഐ ആം എ ടീച്ചർ. റൂൾ നമ്പർ 2 വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് മച്ച് ആസ് വെൽ ആസ്, മോർ ദാൻ, റേദർ ദാൻ, ഇൻ അഡീഷൻ ടു, ഇൻ ദി കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, ഫോളോഡ് ബൈ, ബിസൈഡ്സ്, ലൈക്ക്, അൺലൈക്ക്, ബട്ട്, എക്സെപ്റ്റ്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്. ഏതൊക്കെയാണ്? റൂൾ നമ്പർ 2 വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് മച്ച് ആസ് വെൽ ആസ്, more than, rather than, in addition to, in the company of, accompanied by, followed by, besides, like, unlike, but, except, including, excluding. ഇവ ചേർത്ത് 2 സബ്ജക്റ്റുകളെ ബന്ധിപ്പിക്കുമ്പോൾ വേർബ് ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ച് മാറണം. ഇവ ചേർത്ത് 2 സബ്ജക്റ്റുകളെ ബന്ധിപ്പിക്കുമ്പോൾ വേർബ് ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ച് മാറണം. He as well as his friends. He is happy. Okay, he as well as his friends is happy. He ആണ് ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ്. The PM along with cabinet ministers has visited the USA. ഇവിടെ PM സിംഗുലർ ആണ്, അപ്പോൾ ഹാസ് വരും. ഓക്കെ, അടുത്തത്
റൂൾ നമ്പർ 3, ദേറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയാൽ സിംഗുലർ വെർബും ദേറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ പ്ലൂറൽ വെർബും ഉപയോഗിക്കണം. ദേർ ഈസ് എ കൗ, ദേർ ആർ സം ഫേമസ് പെയിന്റേഴ്സ്. റൂൾ നമ്പർ 4, സീരീസ്, സ്പീഷീസ്, മീൻസ്, ഗാലോസ്, ഹെഡ്ക്വാർട്ടേഴ്സ്, ഇന്നിങ്സ്, ഡിയർ, ഷീപ്പ്, ഫിഷ്, എയർക്രാഫ്റ്റ് ഇവ ഒരേ സമയം സിംഗുലർ ആയും പ്ലൂറൽ ആയും ഉപയോഗിക്കുന്നത് കൊണ്ട് അർത്ഥം മനസ്സിലാക്കി സിംഗുലർ ഓർ പ്ലൂറൽ വേർബ് എഴുതണം. എക്സാമ്പിൾ, എ ഷീപ്പ് വാസ് റൺ ഓവർ ബൈ എ കാർ, സിംഗുലർ. ഷീപ്പ് ആർ മീക്ക് ആനിമൽസ്, പ്ലൂറൽ. ഇവ ഒരേ സമയം സിംഗുലർ ആയും പ്ലൂറൽ ആയും ഉപയോഗിക്കുന്നത് കൊണ്ട് അർത്ഥം മനസ്സിലാക്കി സിംഗുലർ ഓർ പ്ലൂറൽ വേർബ് എഴുതണം. എ ഷീപ്പ് വാസ് റണ്ണിങ് ഓവർ ബൈ എ കാർ, സിംഗുലർ. ഷീപ്പ് ആർ മീക്ക് ആനിമൽസ്, പ്ലൂറൽ. റൂൾ നമ്പർ 5, നൺ ഓഫ്, മോസ്റ്റ് ഓഫ് ഓർ സം ഓഫ്, plenty of, all, any of, or a lot of, half of, a good deal of, a great deal of, the greater part, the greatest part ഇവയോടൊപ്പം അൺകൗണ്ടബിൾ നൗൺസ് വന്നാൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഇവയോടൊപ്പം കൗണ്ടബിൾ നൗൺസ് വന്നാൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. എക്സാമ്പിൾ, മോസ്റ്റ് ഓഫ് ദി ബോയ്സ് ആർ ആബ്സെന്റ് ടുഡേ, കൗണ്ടബിൾ ആണ്. മോസ്റ്റ് ഓഫ് ദി ബോയ്സ് ആർ ആബ്സെന്റ് ടുഡേ, countable. A lot of money has been spent, uncountable ആണ്. Most of the boys are absent today, countable. A lot of money has been spent, uncountable ആണ്. ലെവൽ 3, he or his friends dash to do it. He or his friends have to do it. The president with all his staff is attending the function. There is a little sugar. Several aircraft were damaged. Plenty of milk is available. അടുത്ത idioms and phrases ആണ്. The apple of one's eye എന്ന് പറയുന്നതാണ് a very dear one എന്നാണ്. The apple of one's eye, a very dear one. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറയുന്നതാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ദി ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറഞ്ഞാൽ എ വെരി ഡിയർ വൺ. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ എന്നാണ് അർത്ഥം. എ ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ എന്താ, എ വെരി കംഫർട്ടബിൾ ആൻഡ് പ്ലസന്റ് കണ്ടീഷൻ ആണ്. എ ബെഡ് ഓഫ് റോസസ്, എ വെരി കംഫർട്ടബിൾ ആൻഡ് പ്ലസന്റ് കണ്ടീഷൻ. എ ബേർഡ് ഓഫ് പാസേജ് എന്താണ് അർത്ഥം, എ പേഴ്സൺ ഹു ട്രാവൽസ് വൈഡ്ലി ആണ്. എ ബേർഡ് ഓഫ് പാസേജ്, എ പേഴ്സൺ ഹു ട്രാവൽസ് വൈഡ്ലി. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്താണ്, എ ഫാൾസ് സ്റ്റോറി എന്നാണ് അർത്ഥം. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, എ ഫാൾസ് സ്റ്റോറി എന്നാണ് അർത്ഥം. എ ക്രൈ ഇൻ ദി വൈൽഡർനെസ്, എ യൂസ്ലെസ് അറ്റംപ്റ്റ് എന്നാണ് അർത്ഥം. എ ക്രൈ ഇൻ ദി വൈൽഡർനെസ്, എ യൂസ്ലെസ് അറ്റംപ്റ്റ് എന്നാണ് അർത്ഥം. ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറേജ് എക്സൈറ്റഡ് ബൈ വൈൻ എന്നാണ് അർത്ഥം. ഡച്ച് കറേജ് എക്സൈറ്റഡ് ബൈ വൈൻ. ഫെയർ പ്ലേ, ആൻ ഹോണസ്റ്റ് മെത്തേഡ് ആണ് ഫെയർ പ്ലേ. ഫെയർ പ്ലേ എന്ന് പറഞ്ഞാൽ ആൻ ഓണസ്റ്റ് മെത്തേഡ്. എ ഹെർക്കൂലിയൻ ടാസ്ക്, ഡിഫിക്കൽട്ട് ജോബ് എന്നാണ് അർത്ഥം. എൻ അയൺ വില്ല്, എ സ്ട്രോങ് വില്ല് എന്നാണ് അർത്ഥം. എ ലോഫിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ ഒബ്ജക്ട് ഓഫ് റിഡിക്യൂൾ എന്നാണ് അർത്ഥം. ദി ഒലിവ് ബ്രാഞ്ച് എന്ന് പറഞ്ഞതാണ് എൻ ഓഫർ ഓഫ് പീസ് ആണ് അർത്ഥം. എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ എന്നാണ്. സ്കോട്ട് ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീ ഫ്രം പണിഷ്മെന്റ് എന്നാണ് അർത്ഥം. സ്കോട്ട് ഫ്രീ ഫ്രം പണിഷ്മെന്റ്. എ പാസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ എക്സ്പേർട്ട് എന്നാണ് അർത്ഥം. എ ടോൾ ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബോസ്റ്റ്ഫുൾ ടോക്ക് എന്നാണ് അർത്ഥം. ഫെയർ വെതർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെയർ വെതർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എ ഫ്രണ്ട് ഇൻ പ്രോസ്പെരിറ്റി ഓൺലി. ഫെയർ വെതർ ഫ്രണ്ട്. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ ആൻ അൺപ്ലസന്റ് സിറ്റുവേഷൻ എന്നാണ് അർത്ഥം. എ ഉട്ടോപ്പിയൻ സ്കീം എന്താണ്, ആൻ ഐഡിയൽ ഓർ ഇമാജിനറി സ്കീമാണ് എ ഉട്ടോപ്പിയൻ സ്കീം. എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഫൂളിഷ് അറ്റംപ്റ്റ് എന്നാണ് അർത്ഥം. യോമാൻ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സലന്റ് വർക്ക് എന്നാണ് അർത്ഥം. യോമാൻ സർവീസ്, എക്സലന്റ് വർക്ക്. കോഗ് ഇൻ ദി മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, an important part of something ആണ് എ കോഗ് ഇൻ ദി മെഷീൻ. എ സ്റ്റോം ഇൻ ദി ടീ കപ്പ്, എ ഗ്രേറ്റ് ടെൻഷൻ ഓവർ എ സിമ്പിൾ മാറ്റർ എന്നാണ് അർത്ഥം. എ സ്റ്റോം ഇൻ ദി ടീ കപ്പ്, എ ഗ്രേറ്റ് ടെൻഷൻ ഓവർ എ സിമ്പിൾ മാറ്റർ. ദി ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ മേജർ പോർഷൻ ഓഫ് സംതിങ് എന്നാണ് അർത്ഥം. ദി ലയൺസ് ഷെയർ. ബാഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഇൽ ഫീലിംഗ് എന്നാണ് അർത്ഥം. നിപ്ഡ് ഇൻ ദി ബിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ട്രോയിഡ് ഏർലി. നിപ്ഡ് ഇൻ ദി ബിഡ്.
എ ഡഫ് ഇയർ എന്ന് പറഞ്ഞാൽ റിഫ്യൂസ്ഡ് ടു ഗ്രാൻഡ് എന്നാണ് അർത്ഥം. എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലിറ്റിൽ ഓഫ് മെനി ജോബ്സ്. ഇൻ എ നെറ്റ്ഷൽ എന്ന് പറഞ്ഞാൽ ബ്രീഫ്ലി എന്നാണ് അർത്ഥം. എൻ ഇച്ചിങ് പാം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്സ് ബ്രൈബ്സ് എന്നാണ് അർത്ഥം. എൻ ഇച്ചിങ് പാം ടേക്സ് ബ്രൈബ്സ്. ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അറ്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റ് കൺഫ്യൂഷൻ ആണ്. അറ്റ് സി ഗ്രേറ്റ് കൺഫ്യൂഷൻ. ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറഞ്ഞാൽ വിത്ത് ഫുൾ ഫോഴ്സ് ആണ് അർത്ഥം. ടൂത്ത് ആൻഡ് നെയിൽ വിത്ത് ഫുൾ ഫോഴ്സ്. അറ്റ് മൈ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡി ഫോർ യൂസ് എന്നാണ് അർത്ഥം. അറ്റ് മൈ ഡിസ്പോസൽ. അറ്റ് ദി 11th അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദി ലാസ്റ്റ് മൊമെന്റ് എന്നാണ് അർത്ഥം. അറ്റ് ദി 11th അവർ, ലാസ്റ്റ് മൊമെന്റ്. അടുത്തത് വിഡോസ് മൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ കോൺട്രിബ്യൂഷൻ ഓഫ് എ പുവർ മാൻ ആണ് വിഡോസ് മൈറ്റ്. ഓക്കെ. അടുത്തത് റൺ റയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബിഹേവ് വയലന്റ്ലി എന്നാണ് അർത്ഥം. റൺ റയോട്ട്, ടു ബിഹേവ് വയലന്റ്ലി. വീൽ ആൻഡ് വോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയ് ആൻഡ് സോറോ എന്നാണ് അർത്ഥം. വീൽ ആൻഡ് വോ. ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ വിത്ത് ഓൾ എനർജി എന്നാണ് അർത്ഥം. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപേയ്മെന്റ് ഓഫ് ഹാം ഇൻ ഓൾമോസ്റ്റ് ദി സെയിം വേ. ടിറ്റ് ഫോർ ടാറ്റ്. എ ഫാർ ക്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലോങ് വേ എന്നാണ് അർത്ഥം. എ ഫാർ ക്രൈ, എ ലോങ് വേ എന്നാണ് അർത്ഥം. അടുത്തത് സ്കൂൾ ടെസ്റ്റിലെ കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ് പാർട്ട് 1. അന്ത്യ അത്താഴം എന്ന ചിത്രം വരച്ചതാരാണ്? ലിയനാർഡോ ഡാവിഞ്ചിയാണ്. അന്ത്യ അത്താഴം, ലാസ്റ്റ് സപ്പർ വരച്ചതാരാണ്? ലിയനാർഡോ ഡാവിഞ്ചി. അന്ത്യവിധി എന്ന ചിത്രം വരച്ചതാരാണ്? മൈക്കൽ ആഞ്ചലോ. മൈക്കൽ ആഞ്ചലോ ആണ് അന്ത്യവിധി എന്ന ചിത്രം വരച്ചത്. മൈക്കൽ ആഞ്ചലോ. ഓക്കെ. ലിയനാർഡോ ഡാവിഞ്ചി. മൊണാലിസ നോക്കാം. മൊണാലിസ ലിയനാർഡോ ഡാവിഞ്ചി വരച്ചാണ് മൊണാലിസ. അപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചി വരച്ചാണ് മൊണാലിസ. ഓക്കെ. മൈക്കൽ ആഞ്ചലോ വരച്ചതായിരുന്നു അന്ത്യവിധിയാണ്. അന്ത്യവിധി. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചതാരാണ്? അമൃത ഷെർഗിലാണ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്. ജീവിതം ജീവിതം അമൃത ഷെർഗില്. നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്ക് ഇറ്റലി. നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? പെട്രാർക്ക് ഇറ്റലി. മതനവീകരണത്തിന്റെ പിതാവ് ആരാണ്? മാർട്ടിൻ ലൂതർ, ജർമ്മനി. മാർട്ടിൻ ലൂതർ, ജർമ്മനി. മതനവീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ, ജർമ്മനി. നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്ക് ഇറ്റലി. പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശ രാജ്യം പോർച്ചുഗീസുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്ന വിദേശികൾ ഡച്ചുകാർ. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്ന വിദേശികൾ ഫ്രഞ്ചുകാരാണ്. പരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ. ഫ്രഞ്ച്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് പ്രഭു, ലോർഡ് കോൺവാലിസ്. പെർമനന്റ് സെറ്റിൽമെന്റ് ആണ്. പെർമനന്റ് സെറ്റിൽമെന്റ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ലോർഡ് വെല്ലസ്ലി ആണ്. വെല്ലസ്ലി പ്രഭു. അടുത്ത ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് എന്നായിരുന്നു? 1853, 1853 ഏപ്രിൽ 16, ബോംബെ മുതൽ താനെ വരെ. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് 1853 ഏപ്രിൽ 16 ടു 1853 1853 ഏപ്രിൽ 16. അതായത് ഇന്ത്യക്ക് ഫസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഓഫ് വാറിനൊക്കെ മുന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത്. 1853 ഏപ്രിൽ 16, 1853 ഏപ്രിൽ 16, ബോംബെ മുതൽ താനെ വരെ. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് എന്ന്? 1861 മാർച്ച് 12, ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് എന്ന്? 1861 മാർച്ച് 12, ബേപ്പൂർ മുതൽ തിരൂർ വരെ. ഒന്നാം പഴശ്ശി, അതായത് അപ്പോൾ കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. 1861 മാർച്ച് 12, ബേപ്പൂർ മുതൽ തിരൂർ വരെ. ഓക്കെ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്നായിരുന്നു? ഒന്നാം പഴശ്ശി വിപ്ലവം 1793 ടു 97. 1793 ടു 97, 4 വർഷം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പിരിവായിരുന്നു കാരണം.
രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം 1805 വരെയായിരുന്നു. 5 വർഷം നിന്നു. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കിയതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം. പ്രബുദ്ധ ഭാരതം എന്ന പത്രം ആരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ. പ്രബുദ്ധ കേരളം എന്ന പത്രം ആരുടേതാണ്? ആഗമാനന്ദ സ്വാമികൾ. പ്രബുദ്ധ കേരളം. ബഹിഷ്കൃത ഭാരതം എന്ന പത്രം ആരുടേതാണ്? BR അംബേദ്കർ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ കൊടുമുടിയാണ്. കാഞ്ചൻജംഗ, സിക്കിം. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ, സിക്കിം. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി നന്ദാദേവി, ഉത്തരാഖണ്ഡ്. രണ്ടാമത്തത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദാഗാഡ, ആന്ധ്രാപ്രദേശ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ജിന്ദാഗാഡ, ആന്ധ്രാപ്രദേശ്. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? പെട്രോളജി. ലോക മണ്ണ് ദിനം ഡിസംബർ 5. അതായത് മനുഷ്യാവകാശ ദിനത്തിന് 5 ദിവസം മുന്നെയാണ് ലോക മണ്ണ് ദിനം, ഡിസംബർ 5. അന്താരാഷ്ട്ര മണ്ണ് വർഷം ഏതായാലും 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം ഉണ്ടായിരുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? രാജ്യസഭയിലെയും ലോകസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? രാജ്യസഭയിലെയും ലോകസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് ആരാണ്? രാഷ്ട്രപതി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷ വഹിക്കുന്നത് ആര്? ലോകസഭാ സ്പീക്കർ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷ വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. അടുത്തത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടം കഡസ്ട്രൽ ഭൂപടം. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടം കഡസ്ട്രൽ ഭൂപടം. പ്രകൃതിദത്തവും മനുഷ്യ നിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടം ധരാതലീയ ഭൂപടം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ധരാതലീയ ഭൂപടം. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി ക്യോട്ടോ പ്രോട്ടോകോൾ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ. ഹരിതഗൃഹവാതകങ്ങൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ക്യോട്ടോ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ. അടുത്ത. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. 1950 മാർച്ച് 15. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്ത്? 3-ാം ഭാഗത്ത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്ത്? 4-ാം ഭാഗത്ത്. മൗലിക കടമകൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭരണഘടനയുടെ എത്രാം ഭാഗത്ത്? ഭാഗം 4A, പാർട്ട് 4A. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് എന്ന്? 2009 ഓഗസ്റ്റ് 26. 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന്? 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി താപവൈദ്യുതി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി എഴുതിയത് ആര്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. തുഫത്തുൽ മുവാഹിദീൻ എന്ന കൃതി എഴുതിയത് രാജാറാം മോഹൻ റോയ്. തുഫത്തുൽ മുജാഹിദീൻ ജായാണെങ്കിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. തുഫത്തുൽ മുവാഹിദീൻ വായാണെങ്കിൽ രാജാറാം മോഹൻ റോയ്. Okay, thank you so much for listening me. We'll see you next video. Bye.